വെറുതെ ഓരോന്ന് മനസ്സിലിട്ട് നടക്കണം എന്തിനാണ് ഈ സംസാരിച്ചോക്ക കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്ക. അമ്മ എവിടെ? ഒന്നും ഉണ്ടൂല. നല്ല പോലെ ഒന്ന് സംസാരിച്ച തീർന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ. അല്ലെ ഞാൻ സംസാരിക്കണം. എടി നാളെ സോബിനോട് ആ കോഫി ഷോപ്പിലേക്ക് വരാൻ പറയും. പോയ കാര്യം എന്താ ചെയ്യണമെന്ന്. എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. നാളെ എല്ലാം സെറ്റാക്കാം. ഞാൻ പിന്നെ വിളിക്കാം. പക്ഷെ പഴയ പോലെയല്ല. എന്താ ഇങ്ങനെ? മോനിക്കേ ആലോചിച്ച് തീരുമാനം എടുക്കാനുള്ള പ്രായമൊക്കെ ആയി. ഇവിടെ ഒരു ഒലയ്ക്ക് നടക്കൂല. അസിയേ കാക്കാ ആക്ക് വിട്. ഇപ്പൊ അങ്ങനെ നെഗറ്റീവ് അടിപ്പിക്കുന്നു നിങ്ങൾക്ക് അറിയണല്ലേ. പിന്നെന്താ അന്ന് സാരില്ല. പിന്നെ ഒരു കാര്യം പറയണ്ട്. സർവീസ് സ്റ്റേഷൻ എന്റെ പേരിടണം കേട്ടോ. എന്ത് ചെലമ്പച്ചി കാർ സർവീസ്? ഇത്ര ബടക്കെട്ട പേര് ഈ ദുനിയാവിലില്ല. ആൾക്കാരെ വിചാരിക്കും കാർ കംപ്ലൈന്റ് ആക്കണ സ്ഥലം. അതൊക്കെ നല്ല പേരുണ്ട്. ലോലൻസ് കാർ പാലസ്. ആൾക്കാർ സൂപ്പർ എന്ന് വിചാരിക്കും. അല്ല നിങ്ങൾ ടൂർണമെന്റ് എന്നാ തുടങ്ങണം? മറ്റന്നാ ഒന്ന് അലമ്പുണ്ടാക്കാനാ പരിപാടി ഉണ്ടെങ്കിലോ പാടി. അന്റെ മറ്റേ മന്ദെങ്ങാനും വരോ? എന്നാ മാഡ്രിഡ് സിറ്റി കളി ഉണ്ട് വീട്ടിൽ. അനക്ക് എന്തിനാ പ്രാന്ത് പിടിക്കണം? മോനോട് മോത്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാൻ. മെഹറിന്റെ കൂടെ ഇല്ലാന്ന് പറയുകയാണെങ്കിൽ ഇവള് കണ്ടുകാലോ. പോണേന്നല്ല പോയെങ്കിൽ പോയിന്ന് സമ്മതിക്കാലോ. എന്താ നമുക്ക് സമ്മതിച്ചാല്? അല്ലെങ്കിൽ പറഞ്ഞിട്ട് പോയിക്കൂടെ? എന്തായാലും ഓനക്ക് എന്താ പറയാനുള്ളത് കേൾക്കാലോ. കളവ് പറയണേ വേഗം മനസ്സിലാവും. പിന്നൊരു കാര്യമുള്ള അന്നോട്ട് കാര്യം പറയുമ്പോ ഒരുമാതിരി എന്നെ മറ്റിടത്ത് മോങ്ങില്ല. ഹൈപ്പ അവനൊന്നും നിക്കണ്ട. സമാധാനം പോലെ ഓൻ കളവ് പറയാമെന്ന് മനസ്സിലായ വേറെ ഒന്നും നോക്കണ്ട. ഏട്ടാ ഒരു സാൻഡ്വിച്ച് അല്ലേ വേണേ? എന്തേ അനക്കും വേണം? ഞാൻ രണ്ട്. സഹായിക്കണം. നിങ്ങളൊക്കെ എന്തോ ക്യൂട്ട് പോകെ വീർത്തി പെണ്ണെ എന്നോട് ആദ്യം പറഞ്ഞ മോങ്ങാണ്ട് അനക്കെന്നാ മഹ്റൂണായിട്ട് കൂടെ ബൈക്കിൽ ചുറ്റിയായിരുന്ന കാര്യമൊക്കെ പറഞ്ഞിരിക്കണ്. ഒരുത്തിനെ പ്രേമിച്ചോണ്ടിരിക്കുമ്പോ വേറൊരുത്തിനെ വളക്കാം. അതും സ്വന്തം കാമുകിയുടെ ഫ്രണ്ടിനെ ഉൾപ്പെടുക. എനിക്ക് അതെ ഞാൻ ചെലക്കും. അതിന് എനിക്ക് എന്റെ സമ്മതം വേണ്ട. ഈ ഓളും കൂടെ കോഴിക്കോട് തെളിവ് വേണമെങ്കിൽ അതുകൊണ്ട് മൊബൈലില് CCTV എനിക്ക് മനസ്സിലായിക്കണം. ഈ ഓളും കൂടുള്ള കുറെ സെൽഫിയിലുണ്ടല്ലോ. ആക്കുന്നു വെന്ത് ഓള് ചെയ്യേണ്ടത് ഞാൻ ചെയ്തേ ഉള്ളൂ. ഈ ഓൾക്കിട്ട് കൊടുത്തപ്പോ ഓളാമാര് ചെറുതായിട്ട് അണക്കിട്ട് തന്നു വിചാരിച്ചത്. ശരിയാക്കി തരാം. എന്റെ കണ്ണാടി ഗ്ലാസ്. ഓ അല്ലെങ്കിൽ ഓൻ പോയത് നന്നായിന്ന് വിചാരിച്ചാൽ മതി. ഓൻ്റെ ഒരു മുടിയും ബ്രോയിലർ കോയിന്റെ തലയിലെ കളറും കെട്ടാച്ച രാഫിനെ പോലെ ഒരുത്തനെ കെട്ടണം. ആ വെള്ള നിക്കറും നീല ടീഷർട്ടും നീല ഹെയർ ബാൻഡും ആകാശത്തിന്റെ ഒരു കീറ് പോലെ തോന്നി. തലയിടയ്ക്ക് പാത്തുന്നെ നോക്കി ചിരിച്ച് ആ പറഞ്ഞു പാത്തതാ കിടക്കണ താഴെ. ആ കൂടുതലൊന്നുമില്ല, ഒരു 3 എണ്ണം. 3 കിളി പറന്നു പോയിട്ടുണ്ടാവും. മോള് പോയി അതിനെ പിടിക്കും. അല്ല അനക്ക് അവിടുന്ന് മൊബൈലിലെ CCTV സോബിനും മയറുമായിട്ടുള്ള CCTV എനിക്ക് എന്താ പ്രാന്തണ്ടാ? ഞാൻ വെറുതെ ഒരു കുഴി തോണ്ടി കൊടുത്തല്ലേ പൊട്ടണയില് വീണ്. മുമ്പത്തിന്റെ എന്റെ അമ്മായിന്റെ മോന്റെ എന്റെ മാച്ച്. കളി തീരാൻ മിനിറ്റുകൾ. ഈ മത്സരം ആവേശകരമായ അന്തത്തിൽ കൊടുങ്കാറ്റ് നടക്കൂല പാത്തു. കാക്ക ഇതൊന്ന് പഠിപ്പിച്ചു കാക്ക. എന്താ നിങ്ങൾ പെണ്ണുങ്ങൾ അങ്ങനെ ഇപ്പൊ വിസിലടിക്കണ്ട. മാത്രല്ല നിങ്ങൾ റയൽ ഫാൻസിനെ വിസിലടിക്കാൻ പഠിപ്പിക്കുന്നത് ഞങ്ങൾ സിറ്റി ഫാൻസിന്റെ എത്തിക്സിന് എതിരാണ്. അല്ല കാക്ക ഗോൾ അടിച്ച് നിങ്ങൾ ബ്രസീലാരനല്ലേ? ഇപ്പൊ അങ്ങനെ വിസിൽ അടിക്കണ്ട മോളെ. നീ എന്തിനാ ശിവനെ ശൂശൂന്ന് വിളിച്ചതെന്ന്? ഞാൻ വിളിച്ചെന്നാ? നിനക്കെന്താ പ്രാന്തണ്ടാ? അല്ലോ നീ ശൂശൂന്ന് വിളിക്കുന്ന നമ്മൾ ആത്തുനിന്ന് കണ്ടാണല്ലോ.
വെറുതെ നോണറിയല്ലേ പാത്തുവോ? ബാക്കിയുള്ളവരൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോളാ നിങ്ങൾ ഓരോ മലയാളം. ഡേ കഴിഞ്ഞ ആഴ്ച ശിവനെയും തട്ടട്ടൊരു പെണ്ണിനെയും കൂടെ മുക്കത്ത് റൂസ് സിനിമാസിൽ വെച്ച് കണ്ടിക്കണെന്ന് വടക്കേല അന്നക്കുട്ടി പറഞ്ഞല്ലോ. ഞെങ്ങാനായിരുന്നു അത്? ഇതൊക്കെ നിങ്ങൾ വെറുതെ ഓരോന്ന് പറഞ്ഞോണ്ട് വരണ്ട കേട്ടോ. ആ അന്നക്കുട്ടിന്റെ പരദോഷണം കേൾക്കാൻ പോരുതെന്ന് 100 വട്ടം പറയും. അന്നോണ്ടാടി ചോദിക്കുന്നേ? അത് പിന്നെ റബ്ബേ. ഉമ്മ. എന്താ? അതെ, അത് ഞാൻ എങ്ങനെ ഈ വിസിലടിക്കാൻ പ്രാക്ടീസ് ചെയ്ത് നോക്കിയായിരുന്നു. അന്റെ തലക്ക് ശരിക്കും എന്തോ കുഴപ്പമുണ്ട്. എന്റെ മണ്ടക്ക അടിക്കുന്നുണ്ട്. ഇതാ പോത്തു വല്ല വലുതായിന്നൊന്നും ഞാൻ നോക്കൂലോട്ടെ പാത്തുവാ. ഒരു നേരത്തേക്ക് മനുഷ്യന്റെ ഉള്ള ജീവൻ പോയി. ഇനിയിപ്പോ അന്നക്കുട്ടിയുടെ അടുത്തേക്ക് പോണില്ല. ഉള്ള സമാധാനം കളയാം. അല്ല എന്റെ ബാക്കിയുള്ള എക്സാം എന്നാന്ന് പറഞ്ഞ്? പരീക്ഷയല്ലമ്മ, ഇന്റേൺഷിപ്പ്. ഏതെങ്കിലും കമ്പനിയിൽ കയറണം ജോലിക്ക്. ഡി പാത്തു, ഉപ്പ പോയോ നോക്ക്. പോകുന്നുണ്ടല്ലോ. കൈയോടെ നാവ് മടക്ക. വന്നില്ല. ഒന്നൂടെ മടക്ക്. ഇപ്പൊ കുറച്ച് ഒച്ച വന്നു. ഒന്നൂടെ. പാത്തോ ജയ് കളി കാണാൻ പോരണോ? കളി കാണാൻ പോരണോന്ന്? ഞാനോ? ആ കാക്ക ഞാനുണ്ട്. എന്നാ വേഗം പോയിട്ട് ഡ്രസ്സ് മാറ്റിട്ട് വാ. എങ്ങനെ കുരിപ്പിനെന്ന് പറഞ്ഞ സെറ്റാക്കുക. കാക്കു പറ, ആരാള്? എന്റെ കൂടുള്ള രഹനയോ അതോ ഒന്ന് കല്യാണത്തിന് കണ്ട സുർമയോ? ഓരോ കളിക്കാനല്ലേ ഈ കൈക്കൂലിയും പഞ്ചാരൊക്കെ. ചോക്ലേറ്റ് ഷേക്ക്, വത്തക്ക ജ്യൂസ്. സുർമ അതൊന്നുമല്ല. എന്നെ കൊണ്ട് വേറെ വലിയൊരു കാര്യമുണ്ട്. ഈ വീട്ടിലെ ടിവിയുടെ മുന്നിൽ കടന്ന് പറയണ മാതിരി ഒരു കമന്ററി പറയണം. കമന്ററിയോ? നമ്മളെ ടൂർണമെന്റിൽ കമന്ററി പറയാൻ അൻസാറില്ല. ജബ്ബാറിനാണ് ഈ വേറെ കളി. ആകെ പെട്ടമായിരിക്കും. ഈ ഒന്ന് സഹായിക്കണം. എന്നുവെച്ചാ ഈ വന്ന അനൗൺസ്മെന്റും കമന്ററി ഒക്കെ ഒന്ന് പറയണം. വണ്ടി സ്റ്റാർട്ടാക്കിട്ട് എന്നെ പെരെ കണ്ടാക്കാൻ നോക്ക്. പറ്റൊന്നുമില്ല. പിന്നെ കമന്ററി വായത്തൊന്ന് വിളിച്ചു പറയുന്നല്ലേ കമന്ററി. അതോ അത്ര ആൾക്കാർ വരുന്നോടത്ത്. അതൊന്നും കുഴപ്പമുള്ള കാര്യല്ല. അവിടെ ഓഫീസുമാരുള്ള ഒരു സാധനം കെട്ടിയിട്ടുണ്ട്. ഈ അതിന്റെ ഉള്ളിൽ ഇരുന്ന് എന്നെ ആരും കാണൂല. ഈ ഒന്ന് നോക്ക്. ക്ലിക്കായ സംഭവം പൊളി. നടക്കൂല കാക്കാൻ, നടക്കൂല. എന്തേലും അബദ്ധം വിളിച്ച് പറഞ്ഞിട്ട് വേണം നാണക്കേടാവാൻ. ഫുട്ബോളിന് കമന്ററി ഞാൻ ആര് ഷൈജു ദാമോദരനാ? ചേലമ്പച്ചിന്ന് മലപ്പുറം ജില്ല ഏറ്റെടുക്കാനായിരിക്കും. എന്റെ പൊന്നാര പാത്തു അനക്ക് പറ്റുമെങ്കിൽ വാ, ഇല്ലെങ്കിൽ നാണക്കടാണ്. കുഴപ്പമില്ല. നോക്ക് സമയാവാൻ പോണ്. ഈ ചുള്ളിക്കാട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു എഴുത്തുകാരല്ലേ, അയാളും മുഹമ്മദ് റാഫിയൊക്കെയാണ് ഉദ്ഘാടനം. റാഫിക്ക്? നമ്മുടെ മുഹമ്മദ് റാഫിക്ക്? മൂപ്പരുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാച്ച ഞാൻ വരാം. ഒരു സെൽഫിയാ? 10 സെൽഫി എനിക്ക് എടുക്കാം. നിന്നാരവം കരമുഴുകേ കളികാലിൽ മെല്ലെ തരുമാനന്ദങ്ങൾ കണ്ടേ കഥ തിരേ ആരുകാലം വന്നേ നാവാകെ തീയേ ഇതിലേ വലിയാശിന് മേലെറിയുന്ന നവമേ പാത്തു മലപ്പുറം ഭാഷ വേണ്ട, എഴുതുന്ന ഭാഷ തുടങ്ങിക്കോ. പിന്നെ മലപ്പുറത്ത് കയറാം.
മമ്പറം മിനി സ്റ്റേഡിയത്തിൽ ഇന്ന് തീപാറും പോരാട്ടം. ചങ്കും കരളും പറിച്ചെടുത്താലും ചങ്കൂറ്റത്തെ കടപുഴക്കാൻ കഴിയില്ലടാ എന്ന വെല്ലുവിളികളുമായി ടീ ടൈം കൊന്ന് കൊല വിളിക്കാനെത്തുന്നു. എല്ലാ ഫുട്ബോൾ പ്രേമികളെയും ഇന്നത്തെ ഫുട്ബോൾ പോരാട്ടത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇടതുവിങ്ങിലൂടെ ഇടതടവില്ലാതെ ഇടിച്ചു കയറി ഇടം വലം കാലുകൊണ്ട് കാഞ്ചി വലിച്ച് ഇടത്തെ ഷോട്ടുകൾ പായിച്ച് എതിരാളിയുടെ ഇടനെഞ്ച് സൂപ്പർ ബോയ്സ് മലപ്പുറം സംഘോൾ ടൂർണമെന്റിന്റെ തുടക്കം കുറിച്ച് ടീ ടൈം പെരിന്തൽമണ്ണയും സൂപ്പർ സ്റ്റുഡിയോ സെവൻസിന്റെ പൊന്നും വിലയുള്ള മിന്നും താരങ്ങൾ മാത്രമല്ല അതുക്കും മേലെ ഇടത് വലത് വിങ്ങിലൂടെ ഏത് കൊമ്പന്മാരും മണ്ണ് കുളിക്കുന്ന കാൽപന്തിന്റെ 19ാമത്തെ ആടവും പാറ്റണ മലപ്പുറത്തിന്റെ കുങ്കിയാനകളായ വീരന്മാർ ഏറ്റുമുട്ടും. കൽവും കാലും ഒരുപോലെ പന്ത് തൊടണ കിക്ക് ഓഫീസിലാണ് നമ്മുടെ ചങ്ക് തുളച്ചിപ്പം മുഴങ്ങിയത്. അറിയാത്ത പോലെ വേഗം കൊണ്ടൊരു മീത്താരി ഗാലറിയിലുണ്ട് റാഫിക്ക. അതാ വമ്പന്മാരുന്നില്ല പോർക്കളം തിരിച്ചു പിടിക്കുന്ന സമര 14 പേർ ഇമ വെട്ടരുത്. അയ്യോ, ഇഞ്ചുകളുടെ വ്യത്യാസത്തില് പോസ്റ്റിന് പുറത്തേക്ക്. സീസൺ ആയല്ലോ. കമന്ററി കൽബും കാലും പന്ത് തൊടുന്ന കിക്ക് ഓഫീസിൽ എന്നൊക്കെ പറയാ. വാരിധി തന്നിൽ, അതായത് ചെത്തണമെന്ന് എല്ലാ എഴുത്തുകാരുടെയും മോഹമാണത്. വിഗ്രഹം തനിക്കും ഉണ്ടാകട്ടെ. ചെലമ്പച്ചിയ ഈ ഒറ്റ ദിവസം കൊണ്ട് സ്റ്റാർ ആയല്ലോ. മൂപ്പത് എന്തൊക്കെയാ പറഞ്ഞത്? കടലെന്നോ തെരമാലെന്നോ? സത്യം പറഞ്ഞ എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. എന്തായാലും സംഭവം കളറായിക്കുന്നു. കമന്ററി ആണേലും അനൗൺസ്മെന്റ് ആണേലും അല്ലേ, പിന്നെ അടിപൊളി. കൽവും കാലും ഒരുപോലെ പന്ത് തൊടണ കിക്ക് ഓഫീസിലാണ് നമ്മുടെ ചങ്ക് തുളച്ചിപ്പം മുഴങ്ങിയത്. അഭിമാന പോരാട്ടം. എടുക്കുന്ന പാസ് ഗോൾ പോസ്റ്റിനടുത്തേക്ക്. ഗോൾ തൊടുക്കാൻ ഷഫീഖ്. Can this be an early goal for the Hunters? അയ്യോ, പന്ത് മറിയണ കണ്ട കളി വിന്ത് മറിയണ കണ്ട ഫസ്റ്റ് പിസിലുമേ പത്തുമ്മ പല വേല ഇറക്കണ കണ്ട ഈ ബൈക്ക് പോറുമ്പോ ബൈബാരമ്പില് സെവൻസ് കളി കണ്ട മൈക്കിൻ്റെ ഉള്ളിൽ പട്ടപ്പട്ട എന്ന് പടക്കം പൊട്ടണ കണ്ട പെണ്ണായോളാനാദ്യം ചിലം പുലഞ്ഞ പോലുള്ള വോള്യം തൊണ്ടേൽ അന്നേ വീര്യം കളി പന്താണല്ലോ കാര്യം പണ്ടേ പണ്ടേ കരളിന്റെ തിണ്ണമേലെ ചില്ലറ ചിലമ്പി വീണ പെണ്ണ് ചുവന്ന പൂവിന്റെ പങ്കുവിളിക്കണ മുയലിയാറിന്റെ പെനസമാവന്റെ തിളക്കം മലപ്പുറം ഇത് മണപ്പുറം മൊത്തം പന്ത് പൊന്തിക്കണ കണ്ട പെണ്ണായോളാനാദ്യം ചിലം പുലഞ്ഞ പോലുള്ള വോള്യം തൊണ്ടേൽ അന്നെ എന്താണല്ലോ കാര്യം പണ്ടേ പണ്ടേ കരളിന്റെ തിണ്ണമേലെ ചില്ലറ ചിലമ്പി വീണ പെണ്ണ് അതിന്റെ മധ്യരേഖയെന്ന് ഭൂമധ്യരേഖയെന്ന് കൂപ്പർ മോഹൻ നീട്ടിയടിച്ച് പന്തൊരു ചൂണ്ടമാരി നീട്ടിയ കാലുണ്ട് ഇടത് വിങ്ങിലെ സ്കൂട്ടർ ട്രാഫിക് ബ്ലോക്കിൽ വണ്ടി കുടുങ്ങി കാറിന്റെയും ബസിന്റെയും ഇടയിൽ കൂടി സിഗ്നൽ ലൈറ്റിന്റെ മുമ്പിക്ക് വരുന്ന മാതിരി സ്കൂട്ടർ മൊയ്തുട്ടി കോഴിക്കോടും ബ്രദേഴ്സിന്റെ ഡിഫൻഡർമാരെ വെട്ടി ഒയിനി കല്ലായി പുഴ പോലെ ഒഴുകാണ്. മൊയ്തുട്ടിയതാ ജോസ് പന്തും കൊണ്ട് പൂമ്പാറ്റിനെ പോലെ പാറിപ്പറക്കണ്. വലത്തെ കാലിന് ഇടത്തെ കാലിലേക്ക് പന്തെടുത്ത് അങ്ങോട്ട് നാളെ ടീ ടൈം പെരിന്തൽമണ്ണ ആഹ്ലാദപ്പെടണല്ലേ? ഈ വരൂ. നാളെ എന്നെ മൈലാഞ്ചി കല്യാണല്ലേ? 1 മണിക്കൂർ വേണേ ഞാൻ വരാം.
കമന്ററി അല്ലല്ലോ അനൗൺസ്. ഷൈജു ദാമോദരനില്ലേ ഇത്രയും ബിസി? അതെ, കമന്ററി ആ. കളിയുടെ ജീവനാണ്. ഓ അനൗൺസ്മെന്റ് അങ്ങനെ ഒന്നുമില്ല, നിങ്ങൾക്ക് വേണേ മതി. ഈ പറയുമ്പോ അതിനൊരു ഗുമ്മുണ്ടാവുമല്ലോ. ഓക്കെ. ശരി എന്നാൽ അഖിലേന്ത്യൻ ഫുട്ബോളിന്റെ കളിമൈതാനം ബമ്പൻ പടയൊരുക്കി കടന്നു വന്ന് കപ്പടിച്ച ടീറ്റാൻ പെരിന്തൽമണ്ണ ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വിജയമോഹങ്ങളെ തട്ടിത്തെറിപ്പിക്കാൻ ഗോൾ കീപ്പർ മുഹമ്മദ് ഖാൻ വരുന്ന എതിരാളിയെയും എതിരാളി തട്ടി വരുന്ന പന്തിനെയും തളച്ചിടാൻ പ്രതിരോധത്തിൽ ഹിമാലയ പർവ്വതം തീർക്കുന്ന പ്രതിരോധക്കാരൻ ചീറിയടിക്കുന്ന കിഴക്കൻ കാറ്റിന് പോലും തളച്ചിടാൻ കഴിയാത്ത പ്രതിരോധക്കാരൻ വഴി മാറടാ എന്ന് ആജ്ഞാപിക്കാൻ TM വിഷ്ണു. കളിയഴകിന്റെ പോരിശയിൽ പാരമ്പര്യത്തിന്റെ പട്ടുറുമാൽ തുന്നിച്ചേർത്ത് എതിരാളിയുടെ ഗോൾ കൂടാരം വിറപ്പിക്കാൻ മുന്നേറ്റത്തിൽ ഹാഫിസ്. ഊരടി കാണാം. വാ. ഒരു കണ്ണാടി. ഈ എവിടെ പോയതേനു? ഉമ്മ അതൊന്നും കേട്ടില്ലേ? ഉമ്മൊക്കെ കേട്ടിക്കണ്. എന്റെ ഉപ്പച്ചി ഒന്നും കേൾക്കണ്ട. എന്നെ കഥക്ക്. എന്റെ വായിട്ടലക്കിൽ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഇനി വരൂലേക്കാരെന്ന്. എന്റെ നിക്കായിരുന്നെങ്കിൽ ഞാൻ വരൂലായിരുന്നു. അതിന്റെ ടേസ്റ്റ് ആ മറ്റേ ബ്രോയിലർ കോയല്ലേ. ഇതൊന്ന് പോയി കാര്യം. വാ ഫോട്ടോ എടുക്കാം. ഇത്ര നേരം എന്നെ വെയിറ്റ് നിൽക്കുന്നു. ബാക്കിലേക്ക് ക്യാമറ നോക്കി ബാ ഇനി ഇവിടെ ഫോട്ടോ. നീ ഓടി ഹായ്. എന്താണ് സ്ഥാനമാറ്റി? എന്ത് വൈകിയേ? ഒന്ന് ഇങ്ങോട്ട് നോക്കി. ഓക്കെ ഈ സ്ഥലത്തേക്ക് നാളും ചേർന്നിരുന്നേ ക്ലോസ് ആയിട്ട്. ഓക്കെ സെൽഫി എടുക്കാം. ഓക്കെ ഇവിടെ ഉണ്ട്. താങ്ക്സ്. പെൺകുട്ടികളായാലും അന്യ ഒരേ പോണ്ടേ അല്ലേ മുന്നീറേ? ഇങ്ങനെ കാള കളിച്ചൊരു കിട്ടും. ആമ്പിള്ള അതുപോലെ നാണുങ്ങൾ ഇടുന്ന മാതിരി കുപ്പായോട്ട് തട്ടവും മര്യാദക്കിടാണ്ട് ഫോട്ടോ പിടിക്കല്. ഫോട്ടല്ലല്ലോ സെൽഫി. എൻ്റെ ഒപ്പുകളല്ലേ രഹന? ഓള് നിക്കാഹായിരുന്നു. ചെക്കനെന്താ എന്തൊക്കെ പുരോഗമനം പറഞ്ഞാലും ഇച്ചിരി മുഞ്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. ഇപ്പോഴത്തെ ആണുങ്ങൾക്ക് അതൊക്കെ വേണ്ടി നിങ്ങളോടാരാ പറഞ്ഞു? ഇങ്ങനത്തെ മണ്ടന്മാരുണ്ടാവും നമ്മൾ നോക്കണ്. നിങ്ങൾ മൂപ്പര് പറഞ്ഞു കേട്ട് ബേജാറാണ്ട് നിങ്ങൾ വരി. എന്താ പാത്തു ഇത് പെട്ടെന്ന് ഉണ്ടായൊന്നല്ല, കുറച്ച് മുമ്പേ വന്നിക്കണ്. ഇതിപ്പോ എന്താ ഇങ്ങനെന്നൊക്കെ അറിയാം. ഇന്നലെ മൂപ്പർ എന്തൊക്കെയോ പറഞ്ഞു വെച്ചിട്ട് അതും കേട്ട് വന്നിക്ക്. നിങ്ങളൊന്ന് പോയിക്കാണി. പാത്തോ, അയാൾ ഇന്നലെയാണ് വിവരം പറഞ്ഞത്. മറ്റന്നാക്ക് എന്തായാലും പറ്റൂല. കോളേജിൽ പോണോ? ഇന്റേൺഷിപ്പിന്റെ കാര്യം ശരിയാക്കണ്ട്, പ്രൊജക്ട് കൊടുക്കണ്ട്, കൊറേ പണിയുണ്ട്. എന്റെ കാര്യം അറ്റ്ലീസ്റ്റ് എന്നോടൊന്ന് ചോദിക്കാലോ. എന്നോട് ചോദിച്ചിട്ടല്ലോ വാക്കൊടുത്ത്. പ്രൊജക്ട് ഉണ്ടാവും. ഞങ്ങളോട് അന്നേ പറഞ്ഞല്ലേ LLB പോയാ മതിന്ന്. അന്ന് വക്കീലും പോലീസും നമ്മളെ കൊണ്ട് കൂട്ടിയെ കൂടില്ലെന്ന് പറഞ്ഞ് നേരത്തെ പഠിപ്പിച്ചു. ഇപ്പൊ നമുക്ക് നല്ലൊരു ടീച്ചർ ആവില്ലെന്ന് പറഞ്ഞിട്ട് അപ്പൊ കൊറേ പ്രൊജക്ട് ഉണ്ടാവും. അതിനായിട്ട് മെനക്കെട്ട് ഇറങ്ങേണ്ടി വരും. നിങ്ങൾ തന്നെ എല്ലാത്തിനും ഉത്തരവാദി. എന്നിട്ട് ഇപ്പൊ എന്റെ മേക്കിട്ട് കയറണ്ട. അല്ലേലും ബാക്കിയുള്ളവരാണോ? ഫാത്തിമ, ഇയാളൊന്ന് പോയി നിന്നാ പോരെ? കെട്ടണോന്നൊന്നും ആരും പറഞ്ഞില്ലല്ലോ. അവരങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഉപ്പയ്ക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അതിന് ടീച്ചർ ഇതിന്റെ ലൈഫല്ലേ, ഞാൻ പോലും അറിയാണ്ടാണോ എന്നെ കാണാൻ പറഞ്ഞ? എടാ, താൻ പോലും അറിയാതെ തന്നെ കെട്ടാനൊന്നും പോകുന്നില്ലല്ലോ. ഏതായാലും താൻ പോയി അയാളൊന്ന് കാണും. പിന്നെ താൻ പറഞ്ഞ പോലെ തന്നെ ഇന്റേൺഷിപ്പ് അറേഞ്ച് ചെയ്യുന്ന കാര്യം ഞാനൊന്ന് നോക്കട്ടെ. ഇനോഗ്രേഷൻ കഴിഞ്ഞെന്നാ തോന്നുന്നത്. ദേ ബാലേന്ദ്രൻ ചുള്ളിക്കാട്. എത്ര വർഷം കഴിഞ്ഞാലും ക്യാമ്പസ് എന്നൊക്കെ കേൾക്കുമ്പോ ഇങ്ങരുടെ മുഖം ഓർമ്മ വരുന്നത്. മിസ്സിന് നല്ല പ്രായം ഉണ്ടാ. നമുക്ക് ക്യാമ്പസ് എന്നൊക്കെ പറയുമ്പോ ദുൽഖർ സൽമാനൊക്കെ ഓർമ്മ വരാം. ഫാത്തിമയല്ലേ കമന്ററി? യെസ് സർ. അതെ സർ. നല്ല അസലായിട്ട് കമന്ററി പറയേ കുട്ടി ഫുട്ബോളിന്. സാർ ഇവരുടെ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നല്ലേ? ഓ യെസ് മാം. നീ എങ്ങനെ നോ പറഞ്ഞ കൊന്നിനും ഞാൻ അന്നേരം. പഴയ പ്രേമൊന്നും മാറിയിട്ടില്ലല്ലേ? പൊടി. ഫാത്തിമ, ദേ സാറ്. സർ, ഇത് ആൻസി ടീച്ചർ. സാറിന്റെ പഴയ ഫാനാ. ഇപ്പൊ ഫാനല്ലേ? ഇപ്പോഴും ഫാനാണ് സർ. വാക്കിന്റെ സിദ്ധി അതെല്ലാവർക്കും കിട്ടുന്നതല്ല. അതൊരു അപൂർവമായ വാതിലാണ്. ആ വാതിലിൽ
നീ മുട്ടാതിരിക്കരുത്. സമയമാകുമ്പോ അന്നെ വിളിക്കും, അപ്പൊ വന്നാ മതി. പിന്നെ അന്നോട് ഓലോട് അധികം ചോദ്യം ഒന്നും ചോദിക്കണ്ടെന്ന് പറഞ്ഞിരുന്നു കേട്ടാ. മുണ്ടാണ്ടിക്കാനോ ഞാനോ? നിങ്ങൾ എന്ത് വർത്താനോ അമ്മ പറയണ? ഒരുത്തിനിങ്ങനെ വന്ന് കണ്ടിട്ട് പോട്ടെ എന്നാ അവൻ ഞാൻ മുണ്ടാണ്ട്. പിന്നെ ഓരനിപ്പൊ തിന്നാനൊന്നും പോണ്ട. ഉമ്മാന്റെ ബീപ്പ് വെറുതെ കൂട്ടണ്ടാട്ടാ. ഞാൻ ആലോചിക്കാം. പാത്തുവോ? ഇതാണ് നവാസിന്റെ ഉമ്മ. 165. എന്ത് നീളം പറഞ്ഞ അമ്മ കഷ്ടപ്പെടണ കണ്ടേ. BSc ബയോകെമിസ്ട്രി. നമ്മള് ഭയങ്കര ഓർത്തഡോക്സ് ഫാമിലി ഒന്നല്ല. അവിടെ എല്ലാരും സിനിമക്കൊക്കെ പോകലൊക്കെ ഉണ്ട്. ഒന്നും കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഇറക്കമുള്ള ടോപ്പ് ഇട്ടാൽ മതിയാവും. അതിനൊക്കെയുള്ള അനുവാദം ഉണ്ട്. ചെക്കനും പെണ്ണ് സംസാരിക്കട്ടെ. ആ ഓര് സംസാരിച്ചോട്ടെ, നമ്മളെ ഇഷ്ടല്ലല്ലോ കാര്യോ. നിങ്ങളെ പേര് നവാസ് എന്നല്ലേ? നവാസ്. പഠിപ്പിസ്റ്റ് നവാസ്. നമുക്കൊന്ന് അവിടെ പോയി സംസാരിച്ചാലോ? നിക്കാഹ് നോക്കണ്ടെന്ന് തന്നെ ഇന്നലെ അറിയണം. കഴിഞ്ഞ ദിവസം എൻ്റെ കൂട്ടുകാരി രേണേന്റെ നിക്കാഹ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്ന പാടെ വാപ്പ ദേ ഒരാൾ കാണാൻ വരുന്നു എന്ന് പറയുന്നു. രേണേന്റെ നിക്കാഹ് കഴിഞ്ഞതിന്റെ ടെൻഷനില്ലേ വാപ്പ ഓരോന്ന് കാട്ടിക്കൂട്ടാ. അതാ എൻ്റെ മുഖം ഇങ്ങനെ. നിങ്ങളെപ്പോഴും ഫോണിലാണ്. വായിക്കണ ശീലമുണ്ടോ? ബുക്ക് വായിക്കൂല? അല്ല സിനിമ കാണാറുണ്ടോ? ഏത് സിനിമകളാ കൂടുതൽ ഇഷ്ടം? അങ്ങനൊന്നുമില്ലപ്പാ, ജസ്റ്റ് കാഷ്വൽ ആയിട്ട് എന്ന് വെച്ചാ നിങ്ങൾ പന്ത് കളി കാണാറുണ്ടോ? കളിക്കാറുണ്ടോ? എന്നാലും അർജന്റീനയോ ബ്രസീലോ? അല്ല വേണ്ട മാഡ്രിഡോ സിറ്റി, മാഞ്ചസ്റ്റർ സിറ്റി, കെവിൻ ഡി ബ്രൂയ്നൊക്കെ ഉള്ള നിങ്ങളത് ഇവിടെ. നിങ്ങൾ ദുബായിൽ ഏത് കമ്പനിയിൽ? എന്താ പോസ്റ്റ്? ഫാമിലി വിസയാണോ? കല്യാണം കഴിഞ്ഞാൽ കൊണ്ടുപോകോ അതോ ഇവിടെ നിൽക്കണോ? നിങ്ങളെന്താ പഠിച്ചത്? ഫറൂഖിലാണോ? അല്ല ഫാമിലി വിസ? ഞാൻ പഠിച്ചത്. നിങ്ങൾ പോലെ ഒരു കാര്യം കൂടി ചോദിക്കാണ്ട്. നിങ്ങൾ ലോട്ടറി എടുക്കോ? സെവൻസ് നടക്കുന്നോടത്തുനിന്ന് ആദ്യമായിട്ട് എന്റെ പേരും എന്റെ സൗണ്ടും കേൾക്കണേ. അപ്പോഴേക്കും ഫെഡറേഷനെ കളി തീരാനുമായി. അമ്മയിച്ചേ സത്യം അത് നേരിട്ട് പറയാനാണ് വിളിപ്പിച്ചേ. ഈ ലേറ്റ് ആയതുകൊണ്ടാ. ഇല്ലാണ്ടെങ്കിൽ ഫെഡറേഷന്റെ യോഗത്തിൽ അന്നെ വെച്ച് ഞാൻ പറഞ്ഞു കൂടെ ഒരു പൂമാല. അയ്യോ പൂമാലൊന്നും വേണ്ടെന്ന്. നിങ്ങളുടെ ഈ പറച്ചിലൊക്കെ തന്നെ ഒരു ബല. അതിന്റെ സന്തോഷം ഒരു പൂമാലയ്ക്കും തന്നെ. വലിയ തുക എന്ന് പറയാനൊന്നുമില്ല. അതുകൂടാതെ സ്കൂൾ മാച്ച് ഉണ്ട്. എന്നെ കൊണ്ടാക്കാൻ പറഞ്ഞ് വിളിച്ചാണ്. ഇറങ്ങിയപ്പോഴെങ്കിലും എത്തിയല്ലോ. ഹലാക്കിന്റെ ഹാപ്പിനെസ് അടുത്ത സീസണിൽ എത്താൻ പറഞ്ഞു. ആരാണ് കൈ പിടിച്ച് നടത്തിയത്? അതിന്റെ ഒരു ബർക്കത്ത് കാണാതിരിക്കൂലല്ലോ. ഇൻഡസ്ട്രിയൊക്കെ മുത്തല്ലേ. എത്ര വരെ പറ്റിച്ചു? അല്ല ഓരോ എത്ര വാങ്ങിയെന്ന്? ഓ അതൊന്നും തൽക്കാലം മോൻ അറിയണ്ട. ഇതൊക്കെ ചെറുത്. ഇതിപ്പം വലിയ വലിയ ഐറ്റങ്ങൾ ഇനിയും വരാണ്ട്. വീട്ടിലേക്ക് വാ, അവിടെ ഒരു ഇടിവട്ട ഐറ്റം കാത്തിരിക്കുന്നു. എന്താടാ? അതൊന്നും തൽക്കാലം മോൾ അറിയണ്ട. വന്ന് വണ്ടി കയറും. വാ. റെഡ് കാർഡ് കാണിക്കോ? ഫൈനൽ വിസിലാണെന്ന് തോന്നുന്നു മോളെ. ഇയാരാ പോലീസോ? ഓനെ ക്വസ്റ്റ്യൻ ചെയ്യേ പോവാൻ നിന്ന് ഓനെ പിടിച്ചു നിർത്തി പിന്നെയും ചോദിക്കണോളൂ. ഓരനെ വിളിച്ച് പറയുന്ന കിട്ടിട്ട് തൊലി എരിഞ്ഞു പോയി. ഇങ്ങനെ പെൺകുട്ടികളെ വളർത്താതെ ഓല് ചോദിക്കുന്നത്. പിന്നെ എന്താ അവരോട് ചോദിച്ചത്? അല്ല കുറെ ചോദിച്ചെന്ന് കേട്ടോ. ഞാൻ ഫാമിലി വിസ ഉണ്ടോന്നും കമ്പനിയൊക്കെ ചോദിച്ചുള്ളൂ. ഓൻ എന്നോട് എന്താ ചോദിച്ചോ പാത്തുവോ? ഇട്ടിട്ട് പോയി. ആരിട്ടിട്ട് പോയി? അതിനൊന്നെ കെട്ടിയിട്ടൊന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ കെട്ടാൻ പറ്റിയ ഒരാള്. ഈയല്ലല്ലോ ഓനെ കെട്ടുന്നത്, ഓ ഇന്നല്ലേ? അല്ല എന്റെ കാതൃപ്പ, നിങ്ങൾ ഏത് കാലത്താ ജീവിക്കണേ? അന്ന് നിങ്ങൾ പറഞ്ഞൊക്കെ കേട്ടുന്നതേ അത്ര ആൾക്കാരുണ്ടായോണ്ടാ. ഇവിടെ എന്നെ കാണാൻ വന്ന ചെക്കനോടല്ലേ ചോദ്യങ്ങൾ ചോദിച്ചത്? അത് തെറ്റാന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളോട് ഒരു ഇഷ്ടമില്ലാത്ത, അതിനെ കുറിച്ചൊന്നും അറിയ പോലും ഇല്ലാത്തൊരു ചെക്കനൊക്കെ ഇജൊന്ന് സമാധാനപ്പെട് പാത്തുവോ, മര്യാദക്ക് സംസാരിക്കുക. ഉപ്പ നിങ്ങളും കൂടി മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്തേലും ഒന്നായിട്ട് 2 കാലിൽ നിലത്തുറച്ച് നിൽക്കട്ടെ, എന്നിട്ടേക്ക് കെട്ടാൻ പ്ലാനുള്ളൂ. അല്ല നിർബന്ധിച്ച് ബലം പ്രയോഗിച്ച് കെട്ടിക്കാനാ പ്ലാനെങ്കിൽ എനിക്ക് വേറെ പല വഴി. ചാവൂന്നൊന്നും വിചാരിക്കണ്ട, ഇവിടെ കോടതിയും കേസും ഒക്കെ ഉണ്ട്. കാതൃപ്പ എനിക്കൊന്നെ തീരെ പറ്റിയിട്ടില്ല. ലോട്ടറി എടുക്കും. ലോട്ടറി എടുക്കുന്നവരൊക്കെ കണ്ണെടുത്താ കണ്ടൂടാ. വെറുതെ കുത്തിയിരുന്ന് പൈസ ഉണ്ടാക്കുന്ന വിചാരിക്കുന്നല്ലേ? അങ്ങനെ വരട്ടെ, അത് പറ. പാത്തുവോ, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റൂല. വീട്ടിൽ നിന്ന് മാറിയിട്ട് ഹോസ്റ്റലിലെ ചെറിയ മുറിയിൽ നിൽക്കലൊന്നും എന്നെ കൊണ്ട് കഴിയൂല കേട്ടോ. ഹോം സിക്നെസ് ഉണ്ട്, അതൊക്കെ ശരി തന്നെ. എന്നുവെച്ചിട്ട് ഇത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. എനിക്ക് പോണം. എന്താ ഇപ്പൊ എന്റെ ശബ്ദം കേട്ടല്ലോ?
എന്നോട് പോണ്ടാന്ന് അന്നപ്പോ കെട്ടിക്കൂല എന്നിട്ടോ പാവണ്ട് കേട്ടോ. അലുവിണ്ടോ കാക്ക ഇതൊന്ന് വായിച്ചേ. അല്ലെങ്കിൽ വേണ്ട, വായിച്ചിട്ട് പറഞ്ഞു കൊടുത്താളാ. നേരാണമ്മ, ലാബിലാണ്, ബയോ കെമിസ്ട്രി ലാബില്. കേട്ടല്ലോ, അല്ലാണ്ട് നിക്കാൻ പെണ്ണാണല്ലോ അല്ല എന്റെ പ്രശ്നം. ഇനിയിപ്പോ നോമ്പ് തീർന്നവരെ ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ നിങ്ങൾ കുറച്ച് ക്രിക്കറ്റ് ഒക്കെ കളിച്ചടക്കി, പെരുന്നാളാകുമ്പോഴത്തേക്ക് ഞാൻ എത്തും. പിന്നെ കളി മലപ്പുറത്ത് മാത്രമൊന്നുമില്ലല്ലോ, ഇനി പുറത്തും വലിയ ലോകമുണ്ട് മോനെ. ഫിഫ വേൾഡ് കപ്പ് പോയിന്റ് ക്ഷീണായിരിക്കും. അല്ല, അവിടെ IFL ഒക്കെ നടക്കുന്നുണ്ട്, അവിടെ കൂടെ ഒന്ന് ട്രൈ നോക്കാവുന്നതാണ്. പിന്നെന്തായിരുന്നു ഇവിടെ മെയിൻ? നൈലോൺ വലകളാൽ തീർത്തല്ല ബന്ധിച്ച ഗോൾ പോസ്റ്റിന് മുന്നിൽ കിടന്നും പറന്നും ചാടി എതിരാളിയുടെ വിജയമോഹങ്ങളെ തട്ടിത്തെറിപ്പിക്കാൻ. ഞാൻ എൻ്റെ പഠിത്തത്തിൻ്റെയും ജോലിയുടെയും ഭാഗമായിട്ടാണ് പോണത്, അല്ലാണ്ട് നിക്കാ പേടിച്ചിട്ടൊന്നുമല്ല. പിന്നെ ഇതെൻ്റെ ജീവിതമല്ലോപ്പാ. ഞാൻ വിചാരിച്ചെടുത്തേക്ക് ഞാൻ എന്നെ എത്തണ്ടേ? കണ്ണിക്കണ്ണ നാട്ടുകാരെയും എവിടേക്കുള്ള കുടുംബക്കാരെയും കണ്ടിട്ടല്ലല്ലോ. എന്നിട്ടെന്താ, നമ്മളങ്ങോട്ട് സ്വപ്നം കണ്ട് കാണും, അതൊരു വലിയ വീഴ്ച തന്നെ. ആകാശം സ്വപ്നം കാണാൻ പറയുന്നവരൊന്നും ഇങ്ങോട്ട് എത്താനുള്ള പടികൾ നമ്മൾ തന്നെ കെട്ടണമെന്ന് പറയൂല. അതൊന്നും ആലോചിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇനി പറ, ഞാൻ വീഴോ? ശരി. ചേച്ചി, ഇന്റേൺഷിപ്പിന് വരാൻ പറഞ്ഞിരിക്കണ. ഓക്കെ, അവിടെ വെയിറ്റ് ചെയ്തോളൂ. അവിടെയോ? ഇന്റേൺഷിപ്പാണ്. അതെ സർ. ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഈ ലാബിൽ നടക്കുന്ന എല്ലാം നോട്ട് ചെയ്യണം. എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ എനിക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ സ്പെസിമെൻസ്, മോളിക്കുലർ അനാലിസിസ്, ടെസ്റ്റിംഗ് മെത്തേഡ്സും എല്ലാം. ഒന്ന് പറഞ്ഞു കൊടുത്തേ സർ. ഒരു കാര്യം ചോദിക്കണമായിരുന്നു. എന്തേ? നമുക്കിവിടെ സാറ്റർഡേ സൺഡേ അവധിയാണോ സർ? നമുക്കിവിടെ സാറ്റർഡേ സൺഡേ അവധിയാണ്. അല്ല, ഓഫ് എന്ന് എടുക്കാൻ പറ്റുമെന്ന് അറിയാനായിരുന്നു. ഞാൻ ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ, താമസിക്കുന്നിടത്ത് സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടേനു. അതിനായിട്ടാ 5 മിനിറ്റ് ആയി സർ. അത് ഞാൻ ആദ്യം പറയാം. പറയുന്ന കാര്യങ്ങളെ 5 മിനിറ്റ് ആയിട്ടില്ല, ലീവിങ് ചോദിച്ചു വന്നേക്കുന്നു. ഇവിടെ എത്തിയിട്ട് നേരെ ഇങ്ങോട്ട് വരുമായിരുന്നു. എവിടെയാണ് താമസം? താമസമൊക്കെ നേരത്തെ റെഡി ആയിക്കുന്നു. എൻ്റെ സീനിയറായിട്ട് പഠിച്ച ഒരാളുണ്ട് ഇവിടെ. പഠിച്ചതുപോലെ കെമിസ്ട്രി ഒക്കെ തന്നെ, പക്ഷെ ജോലി പത്രത്തിലാ. രമ്യ ആവണി, ടൈംസിലാ. എൻ്റെ അമ്മ എഴുത്തൊക്കെ വായിക്കണോ? പത്രത്തിലൊക്കെ ഇടയ്ക്ക് പേരുണ്ടാവും. പതുക്കെ തലയിൽ ചക്ക വീണാലും ചാവൂല, തല്ലിക്കൊന്നാലും ചാവൂല. ഇപ്പൊ എന്റെ കുറ്റം പറഞ്ഞ നാവട. കുഴപ്പമില്ല, ഭയങ്കര പഠിത്താ. പഠിച്ച് ഇക്കന്നെ ഞാൻ ഒരു സയന്റിസ്റ്റ് ആവുന്നാ പേടി. പിന്നെ ശ്വാസം വീണ സൗണ്ടിന് വരെ സൈലൻസർ വേണ്ടി വരുന്നുണ്ട്. അമരീഷ് പുരിയുടെ കൊള്ള സംഘം പോലുണ്ട്. അതിനൊന്നും മുട്ടു വരൂല മോളെ. എന്തെല്ലാം പറയാണ്ട്. ശരി. അമരീഷ് പുരിയുടെ കൊള്ള സംഘം, ലൈറ്റൊക്കെ മിന്നണ കൊള്ള സംഘം, മുണ്ടാൻ പറ്റാത്ത കൊള്ള സംഘം, വെടിവെച്ച് കളിക്കണ കൊള്ള സംഘം. അതാണ് കാര്യം. വാപ്പൊടുവിൽ കീഴടങ്ങിയതല്ലേ, പിന്നെ നീ എന്തിനാ ഈ 2 ആഴ്ചത്തെ ഇന്റേൺഷിപ്പ് മാറ്റി 2 മാസമാക്കിയത്? 2 മാസം എന്താ പരിപാടി? ഒന്ന് പോയിക്കവിടുന്ന്. ചുറ്റിക്കളിക്ക് പോയിട്ട് വേണം. പിന്നെ അവൻ പറയുന്ന പോലെ ഡ്രസ്സ് ഇടണം. എവിടെയെങ്കിലും പോണേ ഓനോട് പറഞ്ഞിട്ട് പോകണം. നൈറ്റ് ഉറക്കളിച്ചിരുന്ന് മെസ്സേജ് ആണോ? ആളെ വിടും. ഭയങ്കര റീസെൻ്റായിട്ട് ഉള്ളിൽ കയറിയ ഒരാഗ്രഹമുണ്ട്. എനിക്ക് അതിൻ്റെ പിന്നാലെ പോകണമെന്നാണ്. അതിൻ്റെ ആദ്യത്തെ പടിയാണ് ഈ കൊച്ചി വരവ്. ദി ഫസ്റ്റ്. കാര്യം ഇച്ചിരി ഇൻസെയിനാണ്. എന്നാലും എനിക്കൊരു കമൻറ്റേറ്റർ ആവണം മോളെ. എന്താന്ന്? കമന്റേറ്റർന്ന് ഫുട്ബോളിന്റെ. ഇവിടെ സ്റ്റേഡിയത്തിൽ കളിക്കുന്ന IFL ഫുട്ബോളിന്റെ കമന്റേറ്റർ. എന്ത്
എങ്ങനെ? റൊണാൾഡോ, ഓ നിങ്ങളിത് കാണുക, ഈ ഭൂലോകത്തിൽ ആ ഏതാണ്ട് അങ്ങനെയൊക്കെയാണ് ഒരു ലൈൻ. അത്ര ആവേശം എടുത്ത് കളി പറയണം. ഈ ആൾക്കാർ മൊത്തം നമ്മൾ പറയണ കേട്ട് ഫുട്ബോൾ കാണണം. ഗോൾ വീഴുമ്പോൾ നമ്മുടെ ആവേശം കേട്ട് ആവേശം വരണം. പെനാൽറ്റി പോസ്റ്റുമ്പോൾ തട്ടിപ്പോകുമ്പോൾ നമുക്കൊപ്പം കരയണം. അങ്ങനെ അവരൊരു മാജിക്കിൽ നിർത്തണം. ആ പൊളി. കൊള്ളാം മോളെ. അല്ല അച്ചടി മലയാളം. ഇത് പിടിച്ചേ. നിനക്കിന്ന് പോകണ്ടേ? താമസ സ്ഥലം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് 2 ദിവസം ലീവാക്കി. വന്നപ്പോൾ തന്നെ ഇക്കൻ്റെ ഒരു ഹെൽപ്പ് വേണം. അനക്ക് ഇവരൊക്കെ അറിയായിരിക്കുമല്ലോ. ഒരുമ്പെട്ട് ഇറങ്ങിക്കോണല്ലേ? ചേട്ടാ, പ്രസിഡന്റ് ഇല്ലേ? ആര്? ഈ ഫെഡറേഷൻ പ്രസിഡന്റ് ജയേഷ് നായർ. ഓ വെയിറ്റ് ചെയ്യാം. ആ ശരി. എടാ എനിക്ക് വേറെ പണിയുണ്ടെങ്കിൽ തീർത്തിട്ട് വാ, ഞാൻ വെയിറ്റ് ചെയ്തോളാം. ആ പോയിട്ട് വാ. എന്തേലും ഉണ്ടെങ്കിൽ നീ വിളിക്കും. പോട്ടെ. വേണ്ട എടുത്തോളിക്കോ, കുറേ ഉണ്ട്. വേണ്ട മോളെ, എടുത്തോളൂ. വേണ്ട. മീറ്റിംഗ് കഴിഞ്ഞെന്ന് തോന്നുന്നു. സാറ് വരുന്നു. അതുപോലെ സ്റ്റേഡിയത്തിലെ കാറ്ററിംഗ് ഞാൻ പറഞ്ഞ രക്ഷിക്ക് തന്നെ കൊടുക്കണം. കുഴപ്പമില്ല സർ, ഞാൻ ഫാത്തിമ. അതല്ല സർ, പിന്നെ ഈ IFL കമന്റേറ്റർമാരുടെ സെലക്ഷൻ എങ്ങനെയാന്ന്. അതെ സർ, ഫാത്തിമ. എത്ര? ഒരു കാര്യം ചെയ്, വോളണ്ടിയർ ആകാനുള്ള പേര് ഇവിടെ കൊടുത്തു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും കേട്ടോ. പിന്നെ ഗ്രൗണ്ടിൽ ഇറങ്ങി ബോളൊക്കെ എടുത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അല്ല സർ, ഞാൻ വോളണ്ടിയർ ആവാൻ വന്നല്ല. കമന്ററിക്ക് എന്തെങ്കിലും ഒരു ചാൻസ്. സർ സർ ഇതൊന്ന് നോക്കോ സർ. സർ പ്ലീസ് ഇതൊന്ന് നോക്കോ. ഒരു കാര്യം ചെയ്, എൻ്റെ നമ്പർ ഇവിടെ നിന്ന് വാങ്ങിച്ചോ, അതിലോട്ടാ ചെയ്. നിങ്ങൾ എന്ത് പണിയാപ്പാ കാണിച്ചത്? പന്തൂരിലുള്ള ഉള്ളക്കം കണ്ട ഓള് രാവിലെ പയം കഴിച്ചില്ല അതിൻ്റെ ആണെന്ന്. സ്ഥിരം പരിപാടി വേണ്ട കേട്ടോ. എന്നെ കമന്ററി പറയാൻ വിളിച്ചത് എങ്ങനെയാണെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. സെലക്ഷനൊക്കെ IFL-ലും ആ സ്പോർട്സ് ചാനലുമാണ്. ഏതായാലും മുംബൈയിലാണ് ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ആരാണ് എൻ്റെ പക്ഷെ എൻ്റെ റെഫറൻസ് കൊണ്ട് തനിക്ക് വലിയ കാര്യം ഉണ്ടാവുമെന്ന് എനിക്കോ. ശരി ശരി. ആ എടേ, നീ പറഞ്ഞു വെച്ചിട്ട് ഞാൻ കുറേ മെയിലൊക്കെ അയച്ചു നോക്കി, കുറേ കോണ്ടാക്ട്സ് ഒക്കെ നോക്കുകയും ചെയ്തു. പക്ഷേ രക്ഷയില്ല. നമുക്കില്ല യാതൊരു റോളും ഇല്ല മാം. എന്തായാലും ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്യട്ടെ. എന്തെങ്കിലും ഉണ്ട് അറിയിക്കും, ഞാൻ വിളിച്ചോളാം. ഓക്കെ ശരി. രമ്യ, എന്നുണ്ട് വിശേഷം? നന്നായിരിക്കുന്നു മിനിസ്റ്റർ. ടൗൺ ഹാളിൽ 3 മണി കാണും. മാം, ഇത് ഫാത്തിമ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ കമന്റേറ്റർ. ആ മാം, ഞാൻ പറഞ്ഞ കാര്യം എന്തെങ്കിലും? പിന്നെ
ആ നിങ്ങൾ നിൽക്കും ഞാനിപ്പോ വരാം. ഓക്കെ. എടോ ഇവാൻ എടുത്ത തീരുമാനം ചിലര് ശരിയാണെന്ന് പറയുന്നുണ്ട്, ചിലര് തെറ്റാണെന്ന് പറയുന്നുണ്ട്. തീരുമാനം പറയാനാ വിസിലടിക്കേണ്ടി വരും. എടോ ഇങ്ങനെ ഒരിക്കലും നടക്കാത്ത കാര്യത്തിന് വേണ്ടി ഇവിടെ കറക്കാതെ വീട്ടിൽ പോകാൻ നോക്കച്ചേ. എടോ കോച്ചിനോട് പോകാനല്ല പറഞ്ഞു, ഇവിടുന്ന് ഒരു കൊച്ചിനോട് പോകാനാ പറഞ്ഞു. ശല്യോടോ ഓക്കെ, ഉടനെ പോവാവേ. ആ ക്യാനിലിങ് എടുത്തേക്ക്. ഓക്കെ. ഇവിടെ നല്ലോണം പൈസയോ? വാ, എൻ്റെ നാട്ടിലെ വീടും പറമ്പും ഞാൻ എഴുതി കൊടുത്തു. ഇനിയൊരു പശുമ്പയും കൂടിയുണ്ട്, അതിനെയും കൊടുക്കുക. അതവിടെ നിൽക്കട്ടെ. ഇനി എന്താ മോളുടെ പ്ലാൻ? കാര്യം നടക്കില്ലെന്ന് ഏകദേശം ഉറപ്പായല്ലോ, അതുകൊണ്ട് വേഗം വിട്ടോ. ഞാൻ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ടിക്കറ്റോ? നിങ്ങൾക്കോ? ആ, ഞാനിവിടെ നിൽക്കുന്ന റോസിക്ക് ഇഷ്ടമില്ലെങ്കിൽ റോസി ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകും. ഫ്രഷ് കളി തുടങ്ങാൻ നീ 2 മാസം ഉണ്ടല്ലോ, നോക്കട്ടെ. നടക്കൂലായിരിക്കും, എന്നാലും വെറുതെ ഒന്ന് നോക്കി നോക്കാലോ. ഞാൻ വേറൊരു വഴി കണ്ടിട്ടുണ്ട്, എന്നിട്ട് തലയ്ക്ക് പിടിച്ചേക്കല്ലേ. പക്ഷെ അത്രയും തന്നെ ബുദ്ധിമുട്ടിക്കാൻ പറ്റൂലല്ലോ, എന്തേലും ചെറിയ പണി പിടിക്കണം. ഓഹോ, അപ്പൻ്റെ പുക കണ്ടേ പോകുമല്ലേ? ഇനി സമയമുണ്ടല്ലോ, ഹാഫ് ടൈമിലേ ആയിട്ടുള്ളൂ. പുക വരുമോ നോക്കട്ടെ. നയിച്ച് ഹാഫ് ടൈമിൻ്റെ വിസിലടിച്ചോളാം. ഫിനിഷ്ഡോ ഫിനിഷ്ഡ്. നാളെ മുതൽ വൺസ് മോർ റിപ്പീറ്റ്. മറിയണ കടല് കനല് പൊടിമണലലയില് പൂഴണ നീയണ മതില് ചുരിയ പൊള്ളണ തറയത് പോരിന് നീയ കളിയത് ഇരുളണ മെതിയ നീ പോര് പെരിയവൻ കനിയണ മിനിയത് നേര് നേര്. മേലില് നാറണ നീര് അഴയൊരു നോവ് കാതില് രമ്പണ മൈതാനോ കണ്ണില് പന്തുകൾ ഉയരണ വാനോ നെഞ്ചില് തുരളണ കളിയുടെ വേഗം മണ്ണില് മൂടണ വരയിത് വേണോ വേണോ. പക്ഷെ ഇവിടെ എല്ലാ ജോലിയും ചെയ്യേണ്ടി വരും, മൊത്തത്തിൽ ഓൾ ഇൻ ഓൾ. ഈ ഗ്രൗണ്ടും കളിയും ഫുട്ബോളൊക്കെ മനസ്സിൽ കയറിപ്പോയി. വേറെ ജോലിയൊന്നും നോക്കിയിട്ട് ശരിയാവണുണ്ടായില്ല. അപ്പോഴാണ് രമ്യങ്ങളുടെ കാര്യം പറയണത്. താങ്ക് യു മാം. ഈ ബോൾ ഉരുളണത് കാണാൻ തന്നെ വലിയ സന്തോഷമാണ്. ഇവിടെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു വെക്കേഷന്, അത് കവർ ചെയ്യാൻ വന്നായിരുന്നു രമ്യ. അങ്ങനെയാണ് എനിക്ക് രമ്യയെ പരിചയം. എൻ്റെ കോളേജിൽ സീനിയർ ആയിട്ടുണ്ടായിരുന്നു, അങ്ങനെയാ പരിചയം. അതായത് ഞാൻ +2 പഠിക്കുമ്പോൾ. സോറി. എന്തിനു സോറി? ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. അയ്യോ അതിനെന്താ, തന്റെ സംസാരം കേൾക്കാൻ നല്ല രസമുണ്ട്. താൻ സംസാരിക്കേ, ഇവിടെ കുട്ടികളോട് സംസാരിക്കാം. വർത്താനല്ലേ, എനിക്ക് പറ്റണ പോലെ പറയാം മാം. ഇവിടെ സത്യത്തിൽ അതിൻ്റെ ഒരു കുറവുണ്ട്. എന്നാ പിന്നെ എന്താടാ
ഒറ്റോട്ടത്തിനിടങ്ങി. ഇതിട്ട് ടർഫിൽ കളിച്ച സ്റ്റഡ് മാത്രല്ല നിങ്ങളുടെ കാൽ രമ്യ പറഞ്ഞിരുന്നു, രാവിലെ വിളിച്ചിരുന്നു. സോളമാ അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം അത് സോളമൻ അല്ലേ ഐ ലീഗിൽ വെച്ച് സോളമൻ മാർഗരറ്റ്? എൻ്റെ കേട്ടുണ്ട് ഇവനക്കാരൻ അക്കാഡമിയിൽ കുട്ടികളെ വന്നുകൊണ്ടിരുന്നു. ഇപ്പൊ പോകുന്ന ഇവനക്കാരനും തന്നെയാ. ഇപ്പൊ കളിക്കൊന്നുമില്ല, വെറുതെ എൻ്റെ ചുറ്റിലും ബൂട്ടിട്ട് 4-5 റൗണ്ട് ഓടും. ഇത് പഴയ ഇന്ത്യൻ ഫുട്ബോളർ. അയ്യോ എനിക്കറിയാം, പ്രതിഭ ചെക്കന്മാരായിരുന്നു എൻ്റെ കൂട്ടുകാര്. അന്നൊരു ബുക്ക് പൊതിഞ്ഞുകൊണ്ടായിരുന്ന മാതൃഭൂമിയുടെ സ്പോർട്സ് പേജിൽ എഴുതിയത് ഇപ്പോഴും കാണാപ്പാടാ. വീണ് കിടന്ന ബാച്ചിങ് ബൂട്ടിയുടെ കാലിൽ തട്ടിത്തെറിച്ച് പന്ത് വന്നത്. ഇന്ത്യൻ ഫുട്ബോളിന്റെ മൂലമറ്റം പവർ ഹൗസായ പ്രദീപ് ആക്രമിച്ചു കയറാൻ കോച്ച് നിയോഗിച്ച പടയാളി. അതെന്തൊരു ചെറിയ മാച്ചാ. അക്കാഡമി പോയിട്ട് എന്തായി? ഡി അവിടുന്ന് സോളമനെ കണ്ടിരുന്നു, സോളമൻ മാർഗരറ്റ്. നീ പുള്ളിക്ക് ക്ലാസ് എടുത്തത്? അല്ല നാളത്തെ എന്താ? അങ്ങനെ വരട്ടെ. ഞാനും വിചാരിച്ചു കൊറേ നടന്നിട്ട് കേൾക്കാത്തവരിപ്പൊ എങ്ങനെയാ സെറ്റായെന്ന്. പക്ഷെ അവിടെ പുറത്താക്കിയതല്ലേ? അതെന്തോ സ്പോർട്സ് കൗൺസിൽ വഴിയുള്ള ഏർപ്പാടാ. അവിടെ പോയി താർത്തോണം, എന്റെ വില കളയരുത്. അന്റെ വില ഞാൻ കാക്കൂല മുത്തേ. എന്റെ തൊണ്ട പൊട്ടിയിട്ടാണേലും ഇയാണ് എനിക്ക് ചാൻസ് ഒപ്പിച്ചെന്നു കമന്റിന്റെ ഇടയിൽ ചാമ്പാം. അവരാണ്. അല്ല അങ്ങനല്ല, ഞാനിപ്പോ ഓരുടെ അക്കാഡമിയിലാണ്. അത് മാത്രല്ല കൊറേ നടന്നിട്ടൊന്നും ആവാത്തോണ്ടുകൂടിയാ പറഞ്ഞ. ഞാനല്ല, എന്റെ ഫ്രണ്ട് സോളമനോട് പറഞ്ഞിട്ട്. അല്ല സർ, ജയ സാറിനോട് പറഞ്ഞു വെച്ചെന്ന് സോളമൻ പറഞ്ഞോണ്ട് അങ്ങനെയാ വന്ന്. മാച്ച് ഇല്ലേ അപ്പോ? നിങ്ങളെ ഒന്ന് സഹായിക്കാന്ന് റിപ്ലൈ ചെയ്യില്ല. എന്നിട്ട് പറയാം. നടക്കോ? കാണാൻ കൊള്ളാവുന്ന 2 പെമ്പിള്ളേർ വന്നിട്ടുണ്ട്. അവർക്ക് കമന്ററി ഉണ്ടോ? സ്പോർട്സ് കൗൺസിലിന് പറഞ്ഞായിരുന്നു. ഇതുകൊണ്ട് കൊടുത്തിട്ട പരിപാടി ഞാൻ അറിയാം. അതെ, നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. ഇതാണ് ഗസ്റ്റുകളുടെ ലിസ്റ്റ്. ഓ സർ, ഞാൻ അതിനല്ല വന്ന് മാച്ചിന് കമന്ററി പറയാനാ. 10 പൈസയുടെ വിലയില്ലേ കൗൺസിലിൽ നിന്ന് പറഞ്ഞോണ്ട് ഇത് തന്നെ സമ്മതിച്ചേ? മനസ്സിലായ? കമന്ററി എന്ന നടപടിയുള്ള കാര്യമല്ലേ? സി ഫാത്തിമ, ഇപ്പൊ ഗ്രൗണ്ടിൽ ബോൾ അടിക്കുമ്പോ അല്ലെങ്കിൽ ഒരു സംഭവം നടക്കുമ്പോ അല്ലെങ്കിൽ തന്നെ മേഖല ഏത് ഈ ആങ്കറിംഗ് ആണ്. ഇതൊരു ബിഗ് ചാൻസ് ആണ്, പിന്നെ കിട്ടത്തില്ല. സാറുടെ ബിഗ് ചാൻസ് ഇല്ലേ? അതിക്ക് അല്ല, ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ചെറുപ്പം മുതൽ നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോൾ, എന്തെങ്കിലും ഇഷ്ടപ്പെട്ടത് വേണമെന്ന് പറയുമ്പോൾ, ഇഷ്ടപ്പെട്ടത് പഠിക്കണം എന്ന് പറയുമ്പോൾ അപ്പോൾ വരും അതിലും നല്ലത് ഇതാണ്, ദിസ് ഈസ് ദ ബെറ്റർ ഓപ്ഷൻ, ഇതൊന്നും നിങ്ങളെ കൊണ്ട് പറ്റൂല, സോ ഈസി ആയിട്ടുള്ളത് നോക്കുന്നൊക്കെ. വേണ്ട സർ, ഈ ബിഗ് ചാൻസ് സർ വെച്ചോളൂ. എനിക്ക് എൻ്റെ ചാൻസ് മതി. ഇറ്റ്സ് ഓക്കെ, വാ. ഇതേപോലെ കുറേ എൻ്റെ ഓഫീസിലുണ്ട്. സോളമനാണെങ്കിൽ വിളിച്ചിട്ടും കിട്ടുന്നില്ല. നീ ചൂടാവല്ലേ, അയാളോട് കാര്യം പറഞ്ഞല്ലോ. കൊടുക്കായിരുന്നു. എന്തിനു? സംസാരിച്ച തീരാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ. കാര്യങ്ങൾ മോത്തോക്കി പറഞ്ഞാൽ തന്നെ പകുതി അടി ഒഴിവാക്കാം. അതെ, ഇപ്പൊ തന്നെ അതിലും വലിയൊരു ശല്യമാണ് എൻ്റെ തലയിലേക്ക് വന്ന് വീഴാൻ നോക്കുന്നു. എന്ത്? ആ കൂതറയല്ലേ? ആര്? ആ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് കൂടെ നടക്കുന്ന ചെറ്റ. ഇന്ന് കണ്ടില്ലേ ആ കതറക്കെട്ട? ഓ അയാൾ ഓൻ ഒരേ മെസ്സേജ് അയക്കലാന്ന്. കമ്പിയാണോ? ഇത്ര നാളെ എടുക്കൊക്കെ ആയിരുന്നു. ഇന്ന് അവിടുന്ന് വന്നപ്പോ തൊട്ട് കാണാം, സംസാരിക്കാം, എല്ലാത്തിനും ഒരു വഴി ഉണ്ടാക്കാന്നൊക്കെ. നാളെ അയാളുടെ ഫ്ലാറ്റിൽ ചെല്ലാൻ പറയുന്നുണ്ട്. എന്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല. ആവശ്യമുണ്ട് എന്നെ വിളിക്കാൻ പറഞ്ഞത്. എന്തിനാണ് മോളെ കാര്യങ്ങൾ സംസാരിക്കാൻ വേറെ ആള്? ഡീലേറ്റേഴ്സ് അല്ലേടി വിളിച്ചാമ്പിയല്ലോ. അതന്നെ ഞാനും ആലോചിച്ചാ, പക്ഷെ ഇപ്പൊ വേണ്ട. ഞാൻ നാളെ മീറ്റ്. ഹൗ ടു കിൽ എ കിങ്. It's simple. Find his queen.
സ്പ്രേ ജാഗ്വാർ. ഇരിക്കൂ ഇരിക്കൂ. ഫാത്തിമ ബി ഒരു ജ്യൂസ് എടുത്താലോ? ഹണിയാ അല്ലേ? കുറച്ച് കഴിഞ്ഞാവാം. അതല്ലേ നല്ലത്? ആ കുറച്ച് കഴിഞ്ഞാവാം. ആദ്യം ഒന്ന് ഇരിക്കട്ടെ. സോറി. മലപ്പുറമാണ്. ഇങ്ങനെ കയ്യിലെടുത്ത് ലാളിക്കാൻ തോന്നുന്ന കൊച്ചു. പിന്നെ കമന്ററിയുടെ കാര്യം ആ കിഴങ്ങൻ പ്രസിഡന്റിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അങ്ങേരല്ല, കാര്യം നടക്കും. പക്ഷെ പല അതാരാ കക്ഷി? നിങ്ങൾ നോക്കിയേ. ഞാൻ ഈ കുട്ടിയുടെ ഒരു കാര്യം. അപ്പോൾ എൻ്റെ ഫുൾ സപ്പോർട്ട്. കമൻട്രി അല്ലേ? കമൻട്രി. ഗോളി വഴങ്ങിക്കൊടുക്കുമെന്ന് വിചാരിച്ച് പല വളഞ്ഞ വഴികളും താണ്ടി ബോളുമായിട്ട് വെട്ടി ഒഞ്ഞ് ഫാത്തിമയുടെ അടുത്തേക്ക് പാഞ്ഞു വന്ന ഫുട്ബോൾ ഫെഡറേഷനിലെ LP ഗോപകുമാർ എന്ന ചെറ്റ. ഓല മുന്നിലേക്ക് എതിർ ടീം അവരുടെ തുറുപ്പ് ചീട്ടിന്. ആ തുറുപ്പ് ചീട്ടിന്റെ പേര് ഗോപിക. ഗോപൻ സാറിന്റെ മോളല്ലേ? ആ അപ്പൊ അങ്ങനെ വരട്ടെ. അതായത് ഗോപൻ സാറേ, ഗോപിക ഈ പാവം ഫാത്തിമയുടെ ഫ്രണ്ട് അല്ലായിരുന്നെങ്കിലും ഫാത്തിമ ഗോപികയുടെ മറ്റു 2 കൂട്ടുകാരികളെ ഫ്രണ്ട് ആക്കിയ ശേഷം അതിവിദഗ്ധമായ മൂവോടെ ഗോപികയെ ഫ്രണ്ട്. ഇപ്പൊ എല്ലായ്പ്പോഴും ഗോപികയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. ഓ സാറിന്റെ മെസ്സേജ് ആയപ്പോ കണ്ടപ്പോ തന്നെ വശപ്പശക്ക് തോന്നി. സാർ ഗോൾ അടിക്കാൻ നോക്കുമെന്ന് ഊഹുണ്ടായിരുന്നു. സാറിന് നാണല്ലെന്ന് മോത്ത്. സാർ പേടിക്കണ്ട. ഇതുവരെ ഈ മെസ്സേജ് ഗോപികയുടെ മെസ്സേജ് ബോക്സിലേക്ക് ഒരു പെനാൽറ്റി പോലെ അടിച്ചു വിട്ടിട്ടില്ല. സാർ ലൈവ് കമന്റ് എങ്ങനെയുണ്ട്? സാർ ഇന്നലേക്ക് അയച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് എടുത്തോളം ടാഗ് ചെയ്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചെടുത്താലോ? അപ്പൊ മോളുടെ പ്രായമുള്ള കുട്ടിയോട് ഫൗള് കാണിച്ച് ഫോർവേഡ് കളിക്കാൻ നോക്കിയ സാർക്ക് അറിയാം. അങ്ങനെ മെസ്സേജ് അയക്കരുതെന്ന് പറഞ്ഞ് ടിപ്പണി ചെയ്താൽ ഞാൻ റെഡ് കാർഡ് എടുത്ത് നെഞ്ചുമേലെ കുത്തിത്തരും. അറിയാതെ ഒരു കയ്യബദ്ധം. ഇതൊക്കെ എൻ്റെ ഉണ്ടാവും. ഇനി ഇമാരി വൃത്തിയായിട്ട് കാണിക്കരുത് കേട്ടോ. അപ്പൊ ശരി, ഗോപിയോട് ഞാൻ അന്വേഷിച്ചെന്ന് പറയണേ. ഞാനിതൊക്കെ പറഞ്ഞതുകൊണ്ട് സാർ പകരം വീട്ടാൻ നിൽക്കണ്ട കേട്ടോ. ഭയം വേണ്ട, ജാഗ്രത മതി. സോളമ, How are you, champion? All good. How are you? Fatima, ഇത് വിജയ് ജോൺ. A big shot in IFL. I just stay with the team and champion. നീ പറഞ്ഞതുപോലെ ഒരു പേഴ്സണൽ ട്രാജഡി കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജിലാണ്. അയാളുടെ വൈഫ് ഒരു 6 months മുമ്പേ മരിച്ചുപോയി. കുട്ടിയൊക്കെ ആയി ഒറ്റയ്ക്ക് കഴിയുന്ന ഒരു സിറ്റുവേഷനിലാണ്. എനിവേ ഐ ടോക്ക് ടു ഹിം. ഓക്കെ? താങ്ക് യു സർ. ഇത്രയും അടുത്തെത്തും തന്നെ പ്രതീക്ഷിച്ചില്ല. ഇതിപ്പോ ഫാത്തിമ. സോ ഞാൻ സംസാരിക്കാം. താങ്ക് യു സർ. ഹലോ, എവിടേക്കാ? അകത്തേക്ക്. ഇവിടെ IFL മീറ്റിംഗ് ഇല്ലേ, അതിന് വന്ന ഒരാളെ കാണാൻ അപ്പോയിന്റ്മെന്റ്. അല്ല ചേട്ടാ, രാവിലെ വരാൻ പറഞ്ഞു. ഓ, നിങ്ങൾ പറഞ്ഞാൽ മതി ചേട്ടാ. എൻ്റെ പേര് ഫാത്തിമ നൂർജഹാൻ എന്നാണ്. ഈ ഫുട്ബോൾ കമന്ററി പറയുന്ന ഫാത്തിമ. വെറുതെ ഞാൻ കൊടുത്ത് എറിയിട്ടില്ലേ? ഇറങ്ങി ഇറങ്ങി. എന്താട്ടാ നിങ്ങൾ ആരോടാ സംസാരിച്ചേ? ജയേഷ് സാറ്. ആരായാലും തനിക്കെന്താ? ഇറങ്ങ്. എന്താ പറഞ്ഞ? ഇറങ്ങ്. തേര് പറഞ്ഞില്ല, അങ്ങോട്ട് കയറ്റി വിടണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇറങ്ങ്, വാ, ഇറങ്ങ്. ഇവിടെ വെയിറ്റ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അവരെങ്ങാൻ വരുമ്പോ കണ്ടിട്ടുണ്ടെങ്കിലേ എന്റെ പണി പോവും. പ്ലീസ് അങ്ങോട്ട് മാറി ചെല്ലേ. താങ്ക്സ് ചേട്ടാ.
ആ അവർ പോയിട്ടാ. ഓ ഭാഗ്യം അവർ നിങ്ങളെ കാണായിരുന്നത്. പണി പോയാലേ. എന്ത് പണിയാ ചേട്ടാ കാണിച്ച. ഇതൊക്കെ എപ്പോഴും കാണാൻ പറ്റിയില്ല. ഞാൻ നേരത്തെ ഓങ്ങി വെച്ചതാ. ഒറ്റ ഡയലോഗ്, ഒറ്റ ഇടി, ക്ലീൻ ക്ലീൻ. ആര് പറഞ്ഞു? നിങ്ങൾക്കറിയോ, ഒരു യുദ്ധം പോലും അവസാനിപ്പിക്കുന്ന മേശയുടെ ഇപ്രോപ്പറേറ്റ് വർത്താനം പറഞ്ഞിട്ടാണ്. എന്നിട്ടാണ് ഇടിക്കാരും പറഞ്ഞുകൊണ്ട് വരണേ. ഇടിച്ചതിടിച്ചു, ഒരുത്തിനും അറിഞ്ഞിട്ടില്ല. പുറത്തു പറഞ്ഞ ആൾക്ക് നാണക്കേടായതുകൊണ്ട് ആൾ പറയേയില്ല. എൻ്റെ പൊന്നു പാത്തുമ്മ, നിങ്ങളിത് BBC ആക്കരുത്. പിടിച്ചേ, ഒന്ന് നോക്കണേ. ആദ്യ കേരള FC IFL സെലക്ഷൻ കിട്ടുമെന്ന് എല്ലാവരും ഉറപ്പിച്ചിരിക്കുന്ന സമയത്തായിരുന്നു അത്. ഐ ലീഗിൽ കളിക്കുമ്പോൾ ഡോപ്പിങ്ങിന് പിടിക്കപ്പെട്ടു. ആൻറ്റി ഡോപ്പിംഗ് ഏജൻസിയുടെ വില കൊണ്ടിപ്പോൾ 1 വർഷമായി. ആ അതെനിക്കറിയാം. കുറേ വാർത്തകളൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെ അത് കുറേ മുമ്പല്ലേ. തിരിച്ചു വരാൻ നോക്കൂടെ അവർക്ക്? നമ്മൾ അറിയാത്തൊരു കാര്യത്തിന് ലോകം മുഴുവൻ നിന്ന് നമ്മളെ തകർക്കാൻ ശ്രമിച്ചാൽ അല്ല ഫാത്തിമ. എന്നുവെച്ചാ അവരുടെ ടീമിലെ ഡോക്ടർ അത് വേറൊരാൾക്ക് വേണ്ടിച്ചാണെന്നാണ് പറയുന്നത്. അവൻ അസുഖം വന്നപ്പോൾ കൊടുത്ത മരുന്നിൽ ഈ അനബോളിക് സ്റ്റീറോയിഡ് ഉണ്ടായിരുന്നു. അത് പിന്നെ പിടിക്കപ്പെട്ടു, ഡോക്ടറെ പുറത്താക്കി. പക്ഷേ സോളമൻ്റെ വിലക്ക് മാറിയില്ല. അതിൻ്റെ ഡിസിഷൻ 1 മാസത്തിനുള്ളിൽ വരും. അപ്പോഴാണ് അവൻ്റെ ഓരോരോ. അതാണ് ഞാനും ആളോട് പറഞ്ഞത്. എൻ്റെ പേരിൽ വെറുതെ പ്രശ്നം. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് പോട്ടെ. ഈ 4 ദിവസം നാട്ടിൽ പോയിട്ട് എന്താ പരിപാടി? മലപ്പുറത്തെ ഫുട്ബോൾ ഫെഡറേഷനായിട്ട് ഒരു ചെറിയ കച്ചവടം ഉണ്ട്. ഒരു ഇന്റർ ഡിസ്ട്രിക്ട് സ്കൂൾ ടൂർണമെന്റാ. വായിട്ടലക്കാനാ. ഓ അപ്പൊ കാശ് കാശ്. നാട്ടിലെ ഫുട്ബോൾ പരിപാടിയെ വേറെ രസം തന്നെയാണ്. എന്താ പാത്തു ഇയാടെ പട്ടിണിയേനോ? ഇപ്പൊ എന്റെ ഉമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കണ പത്തിരി. അയ്യടാ മതി മതി. ഇനിയിപ്പോ വെള്ളം കൂടി വെച്ചാൽ മതി. സോപ്പ് നല്ലോണം പതിനിക്കണം. കറി എടുക്ക്. ഫാത്തിമ നൂർജാൻ എവിടേക്കാ പോണ്? ഇന്നാണ് IST സോൺ ഫൈനലേ. അപ്പോൾ ഓളാണ് കമന്ററി വേണ്ടത്. ഫെഡറേഷൻകാർ ഓൾ ഇവര് മമ്പർത്ത് ഒരുമിച്ച് കളിച്ചിരിക്കണ്. ആ എനിക്കറിയാം. കളിക്കാനും പിന്നെ കളി കാണാനും അതൊക്കെ ഉമ്മക്കുണ്ട്. ഇപ്പൊ വാ ഞങ്ങളുടെ കൂടെ, രസായിരിക്കും. അമ്മതിന്റെ മുമ്പിൽ പറയാലോ. അല്ല എനിക്ക് ഇനി പെട്ടെന്ന് തിരിച്ചു പോണോ? ആ ഒക്കെ വേണം. ഇപ്പൊ പോയി മാറ്റിങ്ങോട്ട് വാ പ്ലീസ്. ചേട്ടാ അമ്മക്ക് അവിടെ മിന്നാന്ന് വരണമെന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഇന്ന് രാവിലെ മുതൽ ഫോൺ എടുക്കണില്ലല്ലോ. തിരക്കായിരിക്കും അല്ലേ? അഹമ്മദ് അവിടെ ഉണ്ട്, ചെയ്യാൻ കാരണം എന്താ ഇന്നത്തെ ഒഴിവാക്കി. എന്താപ്പ അത്? അമ്മക്ക് ആ ഫോൺ വിളിച്ചിട്ടല്ലേ ഞാൻ വന്ന്. എന്ത് പറ്റി? പുതിയ ആളായ? എന്താ ചെയ്യാ? എന്താ പ്രശ്നം? എന്താ പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ പ്രോബ്ലം കൂട്ടി ഞാൻ നോക്കട്ടെ. അമ്മക്കായി ഞാൻ കണ്ടിട്ടേ പോവും. നിങ്ങൾ വാപ്പാ. അതോ എന്താ കാര്യം പറയും? ഓളോട് ഉള്ളിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞു. നീ വന്നോ? ആ അപ്പൊ ഇതാണ് ഞാൻ വേണ്ടാന്ന് പറയാനുള്ള കാരണം. ഞാൻ വന്ന് എന്നിട്ട് പേടിയിട്ട് നീ കയറത്തില്ല. എന്താ ഇയാളെ പ്രശ്നം? എന്താ പ്രശ്നം എന്താണെന്ന് അറിയണമെങ്കിലേ ഇവളോട് ചോദിച്ചാൽ മതി. ഫെഡറേഷന്റെ സ്റ്റേഡിയത്തിലോട്ട് കയറണ്ട എന്ന് പറയാനുള്ള അധികാരം ഉണ്ട് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. പ്രസിഡന്റ് ഇതൊരു ചെറിയ കാര്യമില്ലേ? ഓളൊരു കമാൻഡറിന്റെ പ്രശ്നം. അല്ലെങ്കിൽ ഇവളുടെ കമന്ററി. നിങ്ങൾ എനിക്ക് വേണ്ടി ഇയാളോടൊന്നും കെഞ്ചണ്ട. ഇയാളൊക്കെ വിഷമാണ്. വിഷപ്പിനെ സർ. നിങ്ങൾ ഈ ലോകത്തിന്റെ അറ്റൊന്നുമല്ലല്ലോ. എന്റെ വഴി ഞാൻ നോക്കിക്കോളാം. അവനുള്ള പണി അത് ഞാൻ വേറെ കൊടുത്തോളാം. പ്രസിഡന്റ് എന്താ മുനീറെ പാത്തു കാണിക്കണേ? ഓരോന്നൊരു മനുഷ്യരല്ലടോ, ഒരു അധോലോകാന്ന്. വെറുതെ കൂട്ടാത്തോടത്ത് പോയിട്ടേ കൊമ്പടിക്കാൻ നിക്കണ്ട. വാപ്പാ അന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് അന്റെ തലവിട്ട് കളിക്കല്ലേന്ന്. ഈ എവിടെയാണ് നിന്റെ വിചാരം? പേടിക്കണ്ടോരെ പേടിക്കണം. എന്ത് പുകിലൊപ്പിച്ച് പാത്തോ? നമ്മൾ 1.5 ചക്രത്തിന്റെ ടൂർണമെന്റ് നടത്തുന്ന പോലെ അല്ല. ഓരൊക്കെ വലിയ ആൾക്കാരാണ്. ഓരോട് പറയും ഇയാരാണ്, എന്താ അവിടെ നടന്നെന്ന് പറയും. എന്താ മുണ്ടാട്ടില്ല എനിക്ക്? ഞാൻ IFL കമന്ററി പറയാൻ ചാൻസ് ചോദിച്ചു പോയതാ. അപ്പൊ പെണ്ണുങ്ങളെ കൊണ്ട് കൂട്ടിയാ കൂടില്ലെന്നും പറഞ്ഞു എന്നെ ഇൻസൾട്ടാക്കി വേണ്ടാത്ത പറഞ്ഞു. അപ്പൊ ഞാനും പറഞ്ഞു എവിടെ കമന്ററി പറയാന്ന്? IFL അനക്കെന്താ പ്രാന്ത് പിടിച്ചോ? അതോ മേലും കിഴി തിരിയാണ്ടായോ? എന്നോട് പിന്നെയും പറയാണ്
അന്റെ ബാപ്പ ഇതവനും വണ്ടിപ്പണിക്കാരാണ് പാത്തു. ഈ തലവർന്ന് ആലോചിക്ക്. അനക്കാണ് തരേണ്ടത്. വെറുതെ കല വിലാൻ ചലച്ചോണ്ട് നടന്നോളെ പന്ത് കളി എന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഓളിപ്പോ ആരാന്നോളെ വിചാരം. ഓരോടൊക്കെ കച്ചറ ഉണ്ടാക്കാൻ പോയ വലിയ ചൊറയാണ് പാത്തുവോ. ഓരൊക്കെ വേറെ ലെവൽ ആൾക്കാരാണ് ഈ രാഷ്ട്രീയം ബിസിനസ് ഒക്കെ ആയിട്ട്. ഈ എന്താ അത് മനസ്സിലാക്കാത്ത? അല്ല എന്ത് കപട പറയണേ? ടിവിന്റെ മുമ്പ് കിട്ടി ചലക്കണതോ അതോ വീട്ടിൽ ആളുകൾ വരുമ്പോ ഓർക്ക് ശ്വാസം വിടാൻ പോലും സമയം കൊടുക്കാത്ത ചോദ്യങ്ങൾ ചോദിക്കണതാ? ഞാൻ കമന്ററി പറയുന്നവരോട് കേക്ക് വാപ്പ. ഒന്ന് നിർത്തിട്ടോ. ഈ അതിനെ പറ്റി ഒന്നും പറയണ്ട. വാപ്പ ഇതൊക്കെ എവിടുന്നാ വന്നേ? 17-ാം മിനിറ്റിൽ റിംഗോ സ്റ്റാറിൽ നിന്ന് വന്ന സാൻഡി മൊയ്തീൻ എന്ന ഗോളി ചാലിയാറിൽ മൂങ്ങാങ്കുഴി ഇടുന്ന പോലെ മെലിന് ടോർണാഡോ മുനീർ എന്ന 6-ാം നമ്പർക്കാരൻ പന്ത് കളിയിൽ പേരെഴുതി ചേർത്ത് എൻ്റെ കൂടെ ഒരു വട്ടം നിൽക്കുവാപ്പ. സോറി, ലേറ്റ് ആയിപ്പോയി. അതെ, മുഖം ഒന്ന് പ്രസാദിക്കണം. ആ വൈൻ്റെ സിബ് ഒന്ന് തുറക്കണം. നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് പോവാം. എന്ത് കാര്യം? അതൊക്കെ ഉണ്ട് ചെലവച്ചേ. ഒരു സർപ്രൈസാ. ചെലമ്പാത്ത കാര്യം അതൊന്നും എനിക്ക് ഞാൻ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. ആണോ? എവിടെ നിന്ന് കിട്ടി? അവൻ്റെ യൂട്യൂബ് വീഡിയോ അയച്ചു. നമുക്ക് അവരൊന്ന് മീറ്റ് ചെയ്യാം. ലവലാതി ഉണ്ടോ? ബാ. ഫാത്തിമ. ഹായ്, പ്രശാന്ത്. ഇരിക്കും. അതെ, കിട്ടില്ല കമന്ററി ആയിരുന്നു കേട്ടോ. രമ്യ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് പ്രശാന്ത്. ഇത് അലക്സ് കുൽ. ക്രൈമാണ് നോക്കുന്നത്. ശിവയുടെ ഇൻസ്റ്റ ഐഡി തന്നത് പ്രശാന്താണ്. താങ്ക്സ്. വാ, പുറത്തിരിക്കാം. ഓക്കെ. ഈ ശിവ IFLന്റെ ഡെപ്യൂട്ടി ബ്രോഡ്കാസ്റ്റ് ഡയറക്ടറാണ്. പിന്നെ ഇവള് പറഞ്ഞ കാര്യം എനിക്കറിയാവുന്ന വെച്ചിട്ട് ഷൈജു ചേട്ടനെ പോലെയുള്ള ചില എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ എടുത്തതല്ലാതെ നടന്നിട്ടില്ല. ഞാൻ ശിവയെ കാണാൻ കുറേ നടന്നു, പക്ഷെ പറ്റിയില്ല. ഷൈജുവേട്ടൻ വിചാരിച്ചിട്ടും കണക്ട് ചെയ്യാൻ പറ്റിയില്ല. സോളമൻ പറഞ്ഞിട്ട് ഞാൻ ഒരു പ്രോഗ്രാമിന് പോയിരുന്നു കമന്ററി പറയാം. സോളമൻ മാർഗ്രറ്റ്, നമ്മുടെ ഫുട്ബോൾ കക്ഷി, ഒരു പറഞ്ഞിട്ട് കേരള സ്കൂൾ ലീഗിന് കമന്ററി പറയാൻ പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ ഫെഡറേഷൻകാർ തനി സ്വഭാവം കാണിച്ചു. പെണ്ണുങ്ങൾ കമന്ററി പറയാൻ പറ്റൂല, സൗണ്ട് ഡീപ്പാക്കണം, നിങ്ങൾക്ക് പറ്റിയ പണിയല്ല, വേറെ ബിഗ് ചാൻസ് തരാന്നൊക്കെ ഞാൻ ഒഴിവാക്കി പോന്നു. പിന്നെ LP ഗോപകുമാറും. പരമനാറിയ നമ്പർ കൊടുത്തേക്കല്ലേ? അതൊക്കെ കഴിഞ്ഞ് നമ്പർ വാങ്ങലും അവരുടെ മുടി കറുപ്പിച്ച ഫോട്ടോ അയക്കലും പിന്നെ അവരുടെ മോളിന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞപ്പോ തുടങ്ങി. കയ്യിലിരിപ്പിന്റെ എല്ലാം കൂടെ അയാൾക്ക് കിട്ടി. ജയേഷൻ ആക്സിഡന്റ് ആയി. ഇന്നലെ കണ്ടപ്പോൾ മോക്കം നീര് വെച്ച് നല്ല മത്തങ്ങ പോലെ ഇരിപ്പുണ്ട്. അത് ആക്സിഡന്റ് ഒന്നല്ല. ആളെ കണ്ടാ അറിയാൻ നല്ല അടി കിട്ടിയിട്ടുണ്ട്. ഞാൻ നിന്നോട് അന്നേ പറഞ്ഞു. എന്നായിരുന്നു സംഭവം? സത്യാണോന്ന് എനിക്കറിയില്ല, പറഞ്ഞേട്ടതാ. ചിലപ്പോ വെറുതെ. അപ്പോഴേക്കും എന്തേ അടുത്തത്? അവന്റെ അപ്പീൽ അടുത്ത ആഴ്ച തീരുമാനമാവുമല്ലോ. അപ്പൊ ശരി 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 വാ വാ. ആ ബൈ. ശരി. എന്തിനാടേ സോളമന്റെ കാര്യം 6 മണി പറയാൻ പോയത്? പണിയാവോ? പറയാൻ പറ്റില്ല. അവനൊരു ലോക നാറിയ. പെങ്ങടെ കാമുകന്റെ ബൈക്കിൽ കഞ്ചാവ് വെച്ച് പോലീസിൽ പിടിപ്പിച്ച് അതിന്റെ വാർത്ത പത്രത്തിൽ കൊടുത്ത ടീമാ. ഇനിയിപ്പോ എന്ത് ചെയ്യാ? നമുക്ക് നോക്കാം. നീ വാ. ഇവനെന്ത് ദുരന്താടേ. സോളമന്റെ വാർത്ത പത്രത്തിൽ വന്നു. പ്രശാന്ത് ഞാൻ ഇന്നലെ അവനോട് കുറെ പറഞ്ഞതാ, കേട്ടില്ല. അതല്ല എത്തിക്സ് പോലും. നാറി. ഞാൻ പറഞ്ഞല്ലേ എന്റെ ഒരു നാക്ക്. വിലക്ക് 2 വർഷത്തേക്ക് കൂടി നീട്ടി. കേരള ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് ജയേഷ് നായരെ മർദ്ദിച്ച സെക്രട്ടറി എബ്രഹാം നൽകും. മരിയ, ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉത്തേജകമരുന്ന് ഉപയോഗിച്ചതിന് നിലവിൽ സോളമൻ വിലക്ക് നേരിടുകയാണ്. ഈ വിലക്കാണ് 2 വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുന്നത്. വിലക്കിനെ കുറിച്ച് സോളമൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. മറ്റൊരു പ്രത്യേക കാര്യം, അദ്ദേഹം എവിടെയാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ ആർക്കും കഴിയുന്നില്ല എന്നതാണ്. ഇന്ന് രാവിലെ മുതൽ സോളമന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. സന്തോഷ് ട്രോഫി ടീമിൽ നിന്ന് സോളമൻ പുറത്താകുമെന്ന് ഉറപ്പായി. കഴിഞ്ഞ തവണ വിലക്ക് നേരിട്ടപ്പോൾ സോളമൻ ഒരു ആത്മഹത്യാ ശ്രമം നടത്തി. ഇനി ആള് പഴയതുപോലെ വല്ല അബ്ദം കാണിക്കൂ?
ഫാത്തിമ, എനിക്കൊന്ന് നേരെ ഇരിക്കണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ആ ജയേഷിനെ ഇടിച്ചതിൻ്റെ വാർത്ത പത്രത്തിൽ വരാൻ രമയുടെ കൂട്ടുകാരായ പത്രക്കാരുടെ അടുത്ത് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. അത് വാർത്തയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സോറി. എന്തായാലും ഇത് നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റണില്ല, അത്രേ ഉള്ളൂ. ഞാനൊന്ന് ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. ആ ബെസ്റ്റ്. നിങ്ങൾക്ക് ഇനി ബൂട്ടിടണമെന്നില്ലേ? എന്തിനാണ് വെറുതെ? നിങ്ങൾ എന്ത് പണിയാപ്പാ കാട്ടിയത്? നിങ്ങൾ വിചാരിക്കണ പോലെ ഒന്നുമല്ല. അവിടെ അക്കാഡമിയിൽ നിങ്ങൾ എന്തിനാ നിങ്ങളെപ്പോലെ ആവാൻ നോക്കുന്ന എത്ര കുഞ്ഞുള്ളവരുണ്ട് അവിടെ? ഓരോക്കെ ഹീറോ അല്ലേ നിങ്ങൾ? നിങ്ങളൊന്നും ചെയ്തില്ല എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെന്താ, എപ്പോഴും ഡിഫൻഡർമാരെ വെട്ടിക്കാൻ മെസ്സിക്ക് പോലും പറ്റൂല. അങ്ങനെ കണ്ടാൽ മതി. മറന്നോളാം. സോളമൻ, താങ്കൾ താങ്കളുടെ കരിയർ അവസാനിപ്പിക്കാൻ പോകണമെന്ന് കേട്ടു, സത്യമാണോ? ഫുട്ബോളാണ് എനിക്കല്ല. ചിലർക്ക് ഞാൻ വില്ലനായിരിക്കാം, പക്ഷെ കുറച്ച് പേർക്ക് ഞാൻ ഹീറോ ആണ്. അവരോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാൻ അപ്പീലിന് പോവും, തിരിച്ചു വരും. സംസാരിച്ച് നോക്കാന്നേ. സർ, നിങ്ങൾ എന്തിനാണ് എന്നോട് ഈ വിരോധം കാട്ടുന്നത്? മോളുടെ പ്രായമുള്ള എന്നോട് ഇയാൾ വേണ്ടാത്ത പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞുകൊണ്ടാണോ എന്നെ മലപ്പുറത്തെ ഗ്രൗണ്ടിൽ പോലും കയറ്റില്ല എന്ന് പറഞ്ഞത്? സോളമൻ ചെയ്തതിന് ഞാൻ സോറി പറയാം. നോക്ക് സർ, ഈ കമൻട്രി പറയാന്നുള്ളത് എൻ്റെ ഒരു ഹിറ്റാണ്. അതിവിടെ നടക്കുന്നില്ലേ ഞാൻ തിരിച്ചു പോകും. എൻ്റെ നാട്ടിൽ മലപ്പുറത്ത് അവിടെ വരെ വന്ന് എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ അത്രയ്ക്കൊന്നും ഇല്ല. നീ ഇനി എത്രയ്ക്കുണ്ടായാലും മലപ്പുറത്ത് ഒരു ഗ്രൗണ്ടിലും കയറില്ല. ഞാൻ അയച്ച 2 മെസ്സേജിന്റെ കാര്യമല്ലേ? വാട്സാപ്പ് ഹാക്ക് ചെയ്തു, ഞാൻ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. എനിക്ക് പിടിച്ചേക്കാനേ അതൊക്കെ മതി. മോളെ ഫാത്തിമ ബിബി, ഈ കമന്ററിയുടെ കാര്യം നീ അങ്ങ് മറന്നു. പിന്നെ TV കളിയുടെ കമന്ററി പറയാം. അതുപോലെ ഈ പാടത്തും പറമ്പിലും പിള്ളേർ കളിക്കുമ്പോൾ അവിടെ കമന്ററി പറയാം, കുഴപ്പമില്ല. ഇങ്ങനെ എടുത്ത് ഗ്രൗണ്ടിൽ നിന്ന് കളയാനും എനിക്കറിയാം. എങ്ങനെ വേണമെങ്കിൽ വേണ്ട. അവരെന്നെ ഫുള്ളായിട്ട് ബ്ലോക്ക് ചെയ്യാണല്ലോ. ഇനി എന്ത് ചെയ്യും? എൻ്റെ ഉപ്പ എപ്പോഴും പറയും, പാത്തു നമ്മൾ വണ്ടിപ്പണിക്കാരാണ്, നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല അതൊന്നും എന്നൊക്കെ. അങ്ങനെ അല്ലാന്ന് പറഞ്ഞ് ഞാനും കാക്കയും ഉപ്പേനോട് തല്ലുകൂടും. പക്ഷേ ഇപ്പോൾ ഉപ്പ പറഞ്ഞ പോലെ തന്നെ വലിയൊരു സ്വപ്നത്തിൽ നിന്ന് താഴെ വീണ നിൽക്കുക. എന്നാലും പഴയ സ്വഭാവത്തിൻ്റെ ഒരു ഹാങ് ഓവർ വിട്ടുകളയാൻ പറ്റുന്നില്ല. അടുത്ത സീസണിൽ എന്താ ഇവരൊക്കെ തന്നെ അല്ലേ? ഇവരൊന്നും മാറാൻ പോണില്ല. നിൽക്കാൻ പോലും പറ്റൂല. ഇപ്പം അതിൻ്റെയും ടൈം കഴിഞ്ഞു. ഇനി നിൽക്കാൻ്റെ ഫൈനലിസ്റ്റിലടിക്കും. എല്ലാവരും എന്നോട് പറയുന്നത് ഇതൊരു പൊട്ട സ്വപ്നം എന്നാ. ഇതൊക്കെ അവസാനിപ്പിച്ചിട്ട് വീട്ടിൽ പോകുന്ന. ഇതൊരു പൊട്ട സ്വപ്നം ആണെങ്കിലും ഇതെൻ്റെ സ്വപ്ന. അത് വിട്, അവള് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. പോവാ. Lady commentator, on.
ഞാൻ ഇല്ല ഒന്ന് കേക്ക്, ഞാൻ ഇതിനൊന്നും പറ്റിയൊരു അവസ്ഥയിലല്ല. പ്ലീസ്. എന്നിട്ട് ഇത് ഗ്രൗണ്ടാന്ന് വിചാരിക്കും. വാ. നിങ്ങളെപ്പോലെ ഫാത്തിമേച്ചിയും ഒരു കുഞ്ഞു പാത്തു ആകണം. ആഹാ, നമ്മുടെ ടോം പൂച്ച ഒരു കറുപ്പും വെളുപ്പും നിറമുള്ള ഫുട്ബോൾ ഡ്രിബിൾ ചെയ്ത് ജഗിൾ ചെയ്ത് ഇങ്ങനെ ഇറങ്ങിക്കാണ്. അത് തഴക്കവും വന്ന ഫുട്ബോൾ കളിക്കാരെ പോലെ നടക്കാണ്. കറുപ്പിലും വെളുപ്പിലുമുള്ള ആ ഫുട്ബോളിന്റെ പേരാണ് ടെൽസ്റ്റാർ. അതെന്താ പന്തിന് അങ്ങനെ ഒരു പേര് നിങ്ങൾക്കറിയോ മക്കളെ? നമ്മുടെ TV ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്ന പണ്ട് കാലത്ത് പന്താർക്കും കാണാൻ പറ്റൂലായിരുന്നു. മെക്സിക്കോയിൽ നടന്ന വേൾഡ് കപ്പിലാണ് പന്തിന് ഇങ്ങനെ കറുപ്പും വെളുപ്പും കളർ കൊടുത്ത് TV-യിൽ പന്തിനെ കാണിച്ചത്. താ നോക്ക്, ടോം പൂച്ച അടിച്ചു വിട്ട പന്തിൽ പറ്റി പേസ്റ്റായി വേസ്റ്റ് പെറുക്കണ ചെറിയേ. കയ്യിൽ അലക്കിയ തുണിമാരി തൂക്കിയെടുത്ത് ഗോൾ പോസ്റ്റിന്റെ മുന്നിൽ വെച്ച് ടോമിന്റെ ഗോൾ അടി. ചെറിയനെ പാന് തോൽപ്പിക്കാൻ കഴിയില്ല മക്കളെ. മിന്നാമിനിങ്ങിന്റെ ഇത്തിരി വെട്ടം കിട്ടിയാലും ഇടയിലൂടെ പുഴ മത്സ്യത്തെ പോലെ വളഞ്ഞു പുളഞ്ഞ് തിരിഞ്ഞു വകഞ്ഞു ദായിപ്പ് പിടിക്കും. അയ്യോ, ടോം കസിലിന്റെ അടിയിലേക്ക് പോയി. താഴെ ചെറിയ മുകളിലേക്ക് വന്ന ടോമിന്റെ നെടുമ്പറം നോക്കി ഒരച്ചടി. മതിയാ? ബൈ ബൈ. അടിപൊളിയായിട്ടുണ്ട്. അയ്യോ താങ്ക്സ്. കണ്ട സംഭവം കളിക്കും. ഡി 10 മണിയായി. നീ ആ മീറ്റിംഗ് ഞാൻ ഓർത്തോണ്ടിരിക്കാതെ എണീറ്റ് വെക്കേ. നല്ല ഐഡിയ. എടുത്തോ. ഒരു ഫ്രണ്ടാപ്പാ. വാപ്പ ഇങ്ങോട്ട് വരുമ്പോ മൊത്തം കേട്ടുകണ്. കുറച്ച് വെള്ളം തന്നെ. എന്തടിയാ പഠിച്ചത്? വണ്ടിപ്പണി എടുക്കുന്ന കൈകൊണ്ട് എന്റെ മോന്ത പഞ്ചറായി. നിങ്ങൾ എന്ത് പണിയാണ് ഈ കാട്ടിന്? എന്നെ എങ്ങോട്ടാ കൊണ്ടുപോണത്? അതിന് തല്ലി ബോധം കെടുത്തിട്ടാണോ? ഒരു ഹോസ്പിറ്റലായിരുന്നു. ഡിസ്ചാർജ് ആയി പോയപ്പോ ഞാൻ ഉണ്ടായിരുന്നു അവിടെ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇക്ക അയാളോട് പ്രേമൊന്നുമില്ല. എന്റെ ഫ്രണ്ടാണ് ഉപ്പ. സോളമൻ എന്നാണ് പേര്. പ്രാന്താണോ പാത്തു? നിങ്ങൾ വണ്ടി എടുത്ത് എന്നെ ഇറക്കി വിടുപ്പാ. എന്നെ ആരും കൊല്ലൂല. ഞാൻ വീട്ടിൽ കൊണ്ടുപോയി 3-4 ദിവസം പൂട്ടിയിട്ടായിരിക്കും. പക്ഷെ പുറത്തിറങ്ങിയാൽ ഞാൻ ഇങ്ങനെ തന്നെ വരും. അന്നെ വീട്ടിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടാണെന്നല്ല കൊണ്ടുവന്ന് അന്റെ നിക്കാഹ് നടത്താനാ. അത് രണ്ടും കൽപ്പിച്ച് നമ്മൾ പുറത്തെത്തി. എന്റെ സമ്മതം ഇല്ലാണ്ട് എന്റെ നിക്കാവും. നിങ്ങൾ ഏത് കാലത്താ ജീവിക്കണ കാതൃപ്പ? തൽക്കാലോ അന്റെ സമ്മതം വേണ്ട. ആയിക്കോട്ടെ, നിങ്ങൾ എന്നെ കെട്ടിയിട്ടിട്ട് നിക്കാന്ന് അടുത്തായിരിക്കും. എന്നാലും എന്താ, അത് കഴിയുമ്പോ ഞാൻ ഇങ്ങോട്ട് തന്നെ വരും. എന്നെ കെട്ടുന്നൊരു ഭ്രാന്തല്ലേ, ഇന്നെ ഇങ്ങോട്ട് വിടുവേ? അതെ, ഞാൻ എന്റെ കെട്ടിയോന്റെ സമ്മതത്തോടെ വരൂന്നല്ല പറഞ്ഞ, ചാടിപ്പോരുന്ന. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ഇവിടെ. ഓരോട് പറഞ്ഞാൽ എളുപ്പം ചാടിപ്പോരാൻ പറ്റും. നിക്കാന്ന് വെച്ചാൽ എന്താ ഈ വിചാരിച്ച്? അതന്ന് പകല് തീർന്നല്ല.
വെറുതെ കൈ പിടിച്ച് നടക്കുന്നതല്ല. നിക്കാഹ് കഴിഞ്ഞ് രാത്രിയല്ലേ മോളെ മേള. കാക്ക എന്നോട് ഇമ്മാരി വൃത്തിയേടി കിളവൻ പറഞ്ഞിട്ട് ഈ മിണ്ടാണ്ടിക്ക ഉൾപ്പുണ്ട എനിക്ക്. അപ്പൊ കാതർപ്പ പറഞ്ഞേക്ക് നിക്കാൻ ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞാൽ തിരിച്ചു വരാന്നല്ലേ? എന്റെ സമ്മതമില്ലാണ്ട് ആരും എന്റെ മേലിൽ തൊടൂല. മേലിൽ തൊടാണ്ട് സെക്സ് ചെയ്യാൻ പറ്റൂലല്ലോ. പിന്നെ റേപ്പ് ചെയ്യാനാണെങ്കിൽ ഇവിടെ കോടതിയൊക്കെ ഉണ്ട്. ഈ എന്താ മുന്നേ ഒന്നും മിണ്ടാണ്ട് കുത്തിരിക്കുന്നത്? ഈ ഒരുമ്പട്ടൽ പറഞ്ഞ കേട്ടില്ലേ? ഈ സെക്സ് ചെയ്യാന്നൊക്കെ എന്നോട് പറയാൻ പറ്റുമോ? എന്ത് സെക്സ് എന്ന് പറയാൻ പറ്റൂലേ? അത് മണ്ടത്തരം. ഇപ്പൊ ഇവിടെ എന്നെ എന്തെങ്കിലും ചെയ്താൽ എല്ലാരും പോലീസ് സ്റ്റേഷനിൽ കയറും. പിന്നെ ഞാൻ വെറുതെ ഒച്ച വെച്ചാലും നിങ്ങൾ കുടുങ്ങും. എന്റെ മുഖത്ത് തെളിവുണ്ടല്ലോ. എന്താണ് അസി ഒന്നും ഉണ്ടാത്ത? ഈ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ശരിക്കും വിഷമം വരണം. എന്ത് കാട്ടിക്കൂട്ടലാണ് ഈ കാട്ടിന് പാത്തു? എന്ത് കാട്ടിക്കൂട്ടുന്നത്? ഞാൻ എന്ത് കാട്ടിക്കൂട്ടിന്നായി പറയണ? ഞാൻ ഇപ്പൊ വരുന്നില്ല. എനിക്ക് വരണോന്ന് തോന്നുമ്പോ ഞാൻ വന്നോണ്ട്. പിന്നെ നിങ്ങളോട് പറയാതെ ഞാൻ ആരെയും കെട്ടൂല. ആരെയും കെട്ടിക്കൂടുവാന്നല്ല എൻ്റെ പ്രയോറിറ്റി. ഇപ്പൊ ഞാൻ പോവും. വെറുതെ എന്നെ തടയാൻ നിൽക്കണ്ട. പിന്നെ വീട്ടിൽ കയറ്റില്ലാന്ന് ഭീഷണിയായിട്ടൊന്നും വരണ്ട. ഞാൻ വരികയും ചെയ്യും കയറുകയും ചെയ്യും. കാക്കാ എന്റെ ഫോൺ ഇങ്ങോട്ട് തന്നെ. പാത്തു നീ എവിടെയാ? തൃശ്ശൂർ വന്നപ്പോൾ ബോധം വീണ്. ഇതാ ഇപ്പൊ ഇവിടെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുക. നീ ഇത്ര നാൾ ഓടിയതിന്റെ ഫൈനൽ ലാപ്പിലെത്തിയിട്ട്? അറിയില്ല മോളെ. ഞാൻ വരും. പക്ഷെ ഇപ്പൊ നീ സമയത്ത് എത്താൻ പറ്റുമോ എനിക്കറിയില്ല. ആ എന്നാ നീ വേഗം വാ. ഞാൻ സ്റ്റേഡിയത്തിൽ വെയിറ്റ് ചെയ്യാം. കാക്ക ഈയാണ് എന്റെ മനസ്സിൽ കമന്ററി എന്നുള്ള സ്വപ്നം കൊണ്ടിട്ടത്. എന്നിട്ടിപ്പോ ഇത് വേണ്ട ഈ മതിയാക്കിക്കോന്ന് പറയാ. എന്നാ സ്വപ്നത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് അറിയാനുള്ള ഒരു ലാസ്റ്റ് ചാൻസ് ആണ്. 1 ലാസ്റ്റ് ചാൻസ്. ഈ ചാൻസ് എനിക്ക് വേണം. ഇപ്പൊ IFL വിളിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ചെല്ലട്ടെ എന്നിട്ട് വരാൻ വീട്ടിൽ. ഇന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് 3 മണിക്ക്. എന്തിനാന്നറിയില്ല. എന്നിട്ട് വരാൻ വീട്ടിൽ. അറിയില്ല സിക്ക. ചെല്ലടി പാത്തോ. ഓളെ ജീവിതാണ്. ഓള് പോയിട്ട് വരട്ടെ. പോയിട്ട് പാടി മുത്തല്ലേ. ഈ ഗ്ലാസ് കിട്ടും. ഇത് ഞാൻ എടുക്കുക. മണി 1 ഓൾ എങ്ങനെ എത്തും? All the best. ഫാത്തിമ അകത്ത് വിളിക്കുന്നുണ്ട്. എന്ത് കോലോടിയത്? So this is Fatima. ഈ ഫാത്തിമ കുറിച്ചാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. ഹായ് ഫാത്തിമ. ഹായ് സർ. ഐ എം ശിവ നാരായണൻ. ഇന്നലെ ആ കാർഡ് തന്നത് എൻ്റെ മകളാണ്. ഐ എൻജോയ് ദ ഡ്രാമ. ഇതൊക്കെ ആവശ്യമില്ലാത്ത പരിപാടികളാണ്. പിന്നെ ഈ ടോമാഞ്ചറി കണ്ട് കമന്ററി പറയുന്ന ആളെയല്ല IFL എടുക്കാൻ പോകുന്നത്. ജയേഷ്, ഈ
ഫുട്ബോൾ എന്തിനാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നറിയാമോ? അത് ഫുട്ബോൾ കണ്ടുപിടിച്ചെന്നു അങ്ങനെയല്ലേ അല്ലേ? നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. എനിവേ ദാറ്റ് കമന്ററി വാസ് ഗുഡ് ഫാത്തിമ. താങ്ക്സ്. എൻ്റെ മോൾ അവൾക്ക് കൃത്യമായി ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഷീസ് എൻ ADHD kid. പക്ഷെ ഇന്നലെ ആൾ പറയുന്നത് കേട്ട് അവൾ കണ്ണെടുക്കാതിരിക്കുന്നത് ഞാൻ കണ്ടു. That was a nice moment. There's something special in your words, Fatima. For sure. ഹായ് ഫാത്തിമ, ഐ എം ദീപിക, ഡയറക്ടർ ഷെഡ്യൂളിംഗ്. ശിവ പറഞ്ഞിട്ടുണ്ട് തന്നെ-കുറിച്ച്, എന്നാലും പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. എൻ്റെ പേര് ഫാത്തിമ നൂർജഹാൻ എന്നാണ്. മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. വീട്ടിൽ ഉമ്മ ഉപ്പ കാക്ക എല്ലാവരും ഉണ്ട്. കാക്കേ, ഇത് വെച്ചാണ് ഞങ്ങൾ കമന്റ് പറയാൻ പോകുന്നത്. എന്താണ് സാർ, അവർക്ക് ശരിക്കും മലയാളം പോലും അറിയില്ല. ഇവർക്കൊരു മത്സരം കോമ്പയറുള്ള അവസരം നമ്മൾ കൊടുത്തതാ. അതിനുള്ള ധൈര്യം പോലെ അവർക്കില്ല. മിൽക്ക് പ്രസിഡന്റ് ചാടാതെ കോമ്പയറിംഗ് അല്ല കമന്ററി. ഒരു മിനിറ്റ് ഫാത്തിമ, തുടരൂ. എൻ്റെ പേര് ഫാത്തിമ നൂർജഹാൻ എന്നാണ്. മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. വീട്ടിൽ ഉമ്മ ഉപ്പ കാക്ക വല്യമ്മ എല്ലാവരും ഉണ്ട്. ചെറുപ്പം തൊട്ട് ഞാൻ നല്ലോണം വർത്താനം പറയായിരുന്നു. എല്ലാവരും എന്നെ ചെലമച്ചിന്നാണ് വിളിക്കല്. ഞാൻ വർത്താനം പറയുന്നത് എല്ലാവർക്കും ഒരു ശല്യമാണെങ്കിലും ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. കുട്ടിക്കാലത്തെ പാടത്തെ ചെക്കന്മാർ ഫുട്ബോൾ കളിക്കുമ്പോൾ ഞാനായിരുന്നു ഗോളിങ് കമൻറ്റേറ്ററൊക്കെ. അങ്ങനെ തുടങ്ങിയ. പിന്നെ പെൺകുട്ടികൾ അധികം സംസാരിക്കണത് എല്ലാവർക്കും വലിയ ഇഷ്ടമൊന്നുമല്ല. ചിലർക്കൊക്കെ എൻ്റെ സംസാരം ഒരു അധിക പ്രസംഗമായിട്ടാണ് തോന്നല്. ഞാൻ കൊച്ചിക്ക് വന്നതിൻ്റെ കാരണം തന്നെ അങ്ങനെ ഒന്നാണ്. പെണ്ണുകാളിൽ ചെക്കൻ വന്നപ്പോൾ കുറേ ചോദ്യങ്ങൾ ചോദിച്ചതിൻ്റെ പേരിൽ വീട്ടിൽ വല്ല കുഴപ്പമായി. പിന്നെ എന്നെപ്പോലൊരാൾക്ക് ഇവിടെ വന്ന് നിൽക്കണേൽ ചില്ലറ യുദ്ധമൊന്നും നടത്തിയാൽ പോരല്ലോ. രാത്രി ഉറങ്ങാനിട്ട് ഡ്രസ്സിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് വരേണ്ടി വന്നതും എൻ്റെ മോൻ്റെ മലതാ ഈ പാടും അങ്ങനെ ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷെ ഒന്നുണ്ട്, ആ ബോൾ ഭൂമി കറങ്ങുന്ന പോലെ കാലമെന്ന് കാലമൊക്കെ കറങ്ങി തിരിയുമ്പോൾ അതിനൊപ്പിച്ചേക്ക് വാക്കുകൾ വരും, കടലിലെ തിര പോലെ. റോബർട്ടോ കാർലോസ് ഫുട്ബോളിലെ ഒരേ ഒരു ബുള്ളറ്റ് മാൻ. തീ തുപ്പുന്ന ഫ്രീ കിക്ക് കൊണ്ട് ഗോൾ വലകൾ തുളയ്ക്കുന്ന കൊടുങ്കാറ്റാണ് അയാൾ. അതേ കൊടുങ്കാറ്റാണ് ഫ്രാൻസിനെതിരെ ഫ്രീ കിക്ക് എടുക്കാൻ എത്തുന്നത്. ഏറെ കണക്കൂട്ടിയ ഒരു എക്സ്പെരിമെന്റിനായി ടെസ്റ്റ് ട്യൂബ് വെക്കും പോലെ, ഒരു അൾത്താരയിൽ മെഴുകുതിരി കത്തിക്കുമ്പോൾ കൊണ്ടൊരു മഴവിൽ കിക്ക് ഒരു വെറും വാക്കായി നിന്ന് പോകുന്നു. റോബർട്ടോ കാർലോസ്, എന്തൊരു ഗോളാണിത്! കൊണ്ട് കമന്ററി ഉറപ്പിക്കാൻ വേണ്ടി ആ ഒരു നോളജ് യു ഗെറ്റ് മീ. കുഴപ്പമില്ല മാം, താങ്ക് യു. എന്നെപ്പോലൊരു പെണ്ണിന് അറ്റ്ലീസ്റ്റ് ഇവിടം വരെയെങ്കിലും എത്താൻ പറ്റിയ ഇന്ത്യയിൽ തന്നെ വലിയ ഫുട്ബോൾ പോരാട്ടം നടക്കുന്നിടത്ത് സന്തോഷമുണ്ട്. പിന്നെ ഈ ക്രൈറ്റീരിയയുടെ മതിലൊക്കെ ഒരു സമയം പൊളിയും. അതിലും വലിയ മതിൽ പൊളിച്ച പന്ത് അത്. ഓക്കെ സർ, താങ്ക് യു. അതെന്നാ നടന്ന മത്സരമാണെന്ന് അറിയോ നിങ്ങൾക്ക്? ആ ഗോൾ എല്ലാവരെയും ഞെട്ടിക്കണമെന്നറിയോ? 1997 ഫ്രാൻസും ബ്രസീലും തമ്മിൽ നടന്ന കളിയത്. ആ ഗോൾ, ആ ബനാന കിക്ക്, അത് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷനെ വരെ തോൽപ്പിച്ച ഗോളാണ്. ന്യൂട്ടൺ പറഞ്ഞത് വെച്ച് ഒരു വസ്തുവിൽ ബലം അപ്ലൈ ചെയ്യുന്നവരെ ആ വസ്തുവിന്റെ ദിശ മാറൂല. പക്ഷെ റോബർട്ടോയുടെ ഗോൾ അതും അറിയണം. എങ്ങനെയാണെന്നറിയോ? ആ ബോൾ അങ്ങോട്ട് കറങ്ങി പോകുമ്പോൾ അതിന്റെ ഒരു സൈഡ് ലെയർ അത് കറങ്ങുന്നതിനനുസരിച്ച് എതിരെ വരും. ദാറ്റ് ക്രിയേറ്റ്സ് എ ലോ പ്രഷർ സ്പേസ്. അതുകൊണ്ടാണ് ആ ബോൾ മഴവിൽ പോയി. ഇറ്റ്സ് കോൾഡ് എ മാഗ്നസ് എഫക്ട്. ഇതും കണ്ടുപിടിച്ചത് ന്യൂട്ടൺ തന്നെ. പിന്നെ അതത്ര എളുപ്പമൊന്നുമില്ല. ബോളിൻ്റെ ലോവർ റൈറ്റ് കോർണറിലേക്ക് വേഗം, ഉയരം, ആംഗിൾ എല്ലാം കൃത്യമായിരിക്കണം. പിന്നെ ഇതൊക്കെ കുറെ കൂടെ അറിയണമെങ്കിൽ ചെറുപ്പത്തിലേലും ഫുട്ബോൾ കളിക്കണം. കതിർട്ട വെട്ടണാവില്ല സാറേ, ജേഴ്സി ഇടണം. സോറി. Thank you, sir.
ചരിത്രം കുറിക്കുന്ന പോരാട്ടമാണ്. കമന്ററി ബോക്സിൽ നിന്ന് കടൽ തിര പോലെ ഒരു പെൺകുട്ടി. ഇത് ചരിത്രമാണ്. This is her story.